അപ്പൊ ഹ്യൂഗോ ഡേവിസിന്റെ മ്യൂട്ടേഷൻ തിയറി വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ ഈ ഒരു എന്താ എവല്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു മ്യൂട്ടേഷൻ നടക്കുന്നുണ്ട്, അങ്ങനെയാണ് ഈ ഓർഗാനിസംസ് മുഴുവൻ എവല്യൂഷൻ ഉണ്ട്, ബയോളജിറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ വെറുതെ പറഞ്ഞാൽ പോലെ തിയറീസും പോലെ എന്ത് വേണം, അതിന് എവിഡൻസ് വേണം അല്ലെ. അപ്പം ഈ എവിഡൻസ് എന്ന് പറയുന്നത് പല ടൈപ്പുള്ള എവിഡൻസ് ആവാം. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഫോസിൽസ് ഇങ്ങനെ കിട്ടുന്നത്, അല്ലെങ്കിൽ രണ്ട് ജീവികളിൽ തമ്മിൽ കോമൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, അങ്ങനെയൊക്കെ നോക്കി പല ടൈപ്പുള്ള എവിഡൻസ് നമുക്ക് മുന്നോട്ട് വെക്കണം അല്ലെ. അപ്പം അങ്ങനെ അവര് സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ചിട്ടുള്ള പല ടൈപ്പ് ഓഫ് എവിഡൻസസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്? പാലിയന്റോളജിക്കൽ എവിഡൻസസ് ആണ്. പാലിയന്റോളജി എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റഡി ഓഫ് ഫോസിൽസ് ആണ് അല്ലെ. പാലിയന്റോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഫോസിൽസ് ആണ്. അപ്പൊ പാലിയന്റോളജിക്കൽ എവിഡൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്മൾ എന്താണ്, ഫോസിൽ റിമെയിൻസ് അല്ലെങ്കിൽ ഫോസിൽ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടിയിട്ടുള്ളത് എന്ത് ചെയ്യാണ്, നമ്മൾ അതിനെ കുറിച്ച് പഠിക്കുകയാണ് ചെയ്യുന്നത് ഇതില്. ഓക്കെ, അപ്പൊ പാലിയന്റോളജി എന്ന് പറയുമ്പോൾ ഫോസിൽസിന്റെ സ്റ്റഡിയാണ്. അതിനെക്കുറിച്ച് ആ ഒരു ഫോസിൽസിന്റെ നമ്മുടെ ഇപ്പോഴുള്ള ഓർഗാനിസംസും അതുപോലെ തന്നെ മുമ്പുള്ള ഓർഗാനിസംസും അവരുടെ ഫോസിൽസ് തമ്മിലുള്ള റിലേഷന്, ഇപ്പം എത്ര എവല്യൂഷൻ വന്നിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് നമുക്ക് എവിടെ നിന്ന് കാണാൻ പറ്റും? ഈ ഒരു ഫോസിൽസിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും അല്ലെ. അപ്പം ഈ ഫോസിൽസ് എവിടെ നിന്നൊക്കെയാണ് കിട്ടുക? ചിലപ്പോ ഈ ഒരു റോക്സ് അതൊക്കെ ഉണ്ടായിട്ടുള്ളതിന്റെ റോക്സ് ഒക്കെ ഉണ്ടാവുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ എന്തുണ്ടായിട്ടുണ്ടാവുക, ഈ ഒരു ഓർഗാനിസംസ് ഒക്കെ അതിനുള്ളിലായി പോയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ പിന്നെ അതിന് സെഡിമെന്റേഷൻ വരുമ്പോ ഈ ഓർഗാനിസം അതിനുള്ളിൽ ഉണ്ടാവും. പിന്നെ നമ്മൾ അത് ബൈ ചാൻസ് കാണുമ്പോൾ എന്താണ്, നമുക്ക് അതിനുള്ളിൽ നിന്ന് ഈ ഒരു ഇത് റിമെയിൻസ് ആയിട്ട് നമുക്ക് അതിനെ പഠിക്കാനുള്ള രീതിയിൽ നമുക്ക് അതിനെ കിട്ടും അല്ലെ. അപ്പം ഈ ഒരു ഫോസിൽസ് എന്ന് പറയുമ്പോൾ എന്തിനാണ് നമുക്ക് ഫൈലോജനി പഠിക്കാൻ. എന്തിനാണ് ഫൈലോജനി എന്ന് പറഞ്ഞാൽ എന്താണ്? എവല്യൂഷണറി ഹിസ്റ്ററി ഓഫ് ആൻ ഓർഗാനിസം ആണ് എന്ത് ഫൈലോജനി എന്ന് പറയുന്നത്. ഫൈലോജനി എന്ന് പറഞ്ഞാൽ അതെന്താണ്? എവല്യൂഷണറി ഹിസ്റ്ററി ഓഫ് ആൻ ഓർഗാനിസം എന്നാണ്. ഓക്കെ, അത് ആ ഒരു ഫൈലോജനി പഠിക്കാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കണ്ടുപിടിക്കുന്ന ഓർഗാനിസംസ് എന്ന് പറയുന്നത് ഇപ്പൊ ചിലപ്പോൾ ഇല്ലാത്തവയായിരിക്കും. നമ്മളുമായിട്ട് ചിലപ്പോൾ ക്ലോസ്ലി എന്തെങ്കിലുമൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടാവുന്നല്ലാതെ ചിലപ്പോൾ അത് മുഴുവൻ എന്താണ് ഒരു കാലത്ത് ജീവിച്ചിരുന്ന, പിന്നീട് ഇവോൾവ് ചെയ്ത് ചിലപ്പോൾ അവരിൽ നിന്ന് ഇവോൾവ് ചെയ്തിട്ടുള്ള ചിലർ ജീവിച്ചിരുന്നുണ്ടാവും. പക്ഷെ എന്തില്ല, ആ ഒരു ഓർഗാനിസം ഇപ്പൊ ഇല്ലാത്തതൊക്കെ ആയിരിക്കും. അപ്പം എക്സ്റ്റിങ്ക്ട് ആയിട്ടുള്ള ആനിമൽസിനെ കുറിച്ച് പഠിക്കാൻ നമ്മളെ എന്ത് സഹായിക്കും? ഈ ഒരു പാലിയന്റോളജിക്കൽ എവിഡൻസ് സഹായിക്കും. ഇപ്പൊ ഈ അടുത്ത് നമ്മുടെ ഇന്ത്യയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരു വലിയ സ്നേക്ക്, ആ ഇതിനെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഓക്കെ, ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരുന്നു? അപ്പൊ അതെന്താണ്? ഒരു പാലിയന്റോളജിക്കൽ എവിഡൻസസ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഒരു വലിയ എന്താണ് വലിയ സ്നേക്കിനെ വാസുകി ഇൻഡിക്കസ് എന്നാണ് അതിന് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതുപോലുള്ള ഫോസിൽസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇവിടുന്ന് കണ്ടുപിടിക്കുന്നുണ്ട്, ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഈ നമ്മുടെ ഓർഗാനിസത്തിനെ മൊത്തം എന്ത് നോക്കുന്നുണ്ട്? ഫൈലോജനി നോക്കുന്നുണ്ട്, എവല്യൂഷണറി റിലേഷൻഷിപ്പ് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റിങ്ക്ട് ആയിട്ടുള്ള ആനിമൽസിനെ കുറിച്ച് പഠിക്കാനും പറ്റും അല്ലെ. മുമ്പ് ഇല്ലാതായി പോയ ആനിമൽസിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് അങ്ങനെ ഒരു ആനിമൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് ഈ ഒരു ഫോസിൽ റിമെയിൻസ് ഒക്കെ കിട്ടുമ്പോഴാണ്. ഇപ്പൊ ഡൈനോസേഴ്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഡൈനോസേഴ്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഡൈനോസേഴ്സ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവരുടെ രൂപം ഇങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് എങ്ങനെയാ മനസ്സിലായത്? ഫോസിൽസ് കിട്ടിയതാണ് അവരുടെ അല്ലെ. അത് മാത്രമല്ല, ഒരു ജിയോളജിക്കൽ പീരീഡിനെ കുറിച്ച് പഠിക്കാനും ആ ഒരു ഫോസിൽസ് ഇതാക്കുമ്പം എന്തൊക്കെ നമുക്ക് മനസ്സിലാവും? അവരുടെ ടീത്ത് എങ്ങനെയാണ്, അവരുടെ ഫുഡ്, അവരെങ്ങനെയാണ്, എന്ത് ടൈപ്പ് ഫുഡാണ് അവർക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത്, ഇത് അവർ ജീവിച്ച കാലഘട്ടം ഏതായിരുന്നു, ആ ജിയോളജിക്കൽ പീരീഡ് ഏതായിരുന്നു എന്നൊക്കെ പഠിക്കാൻ നമുക്ക് എന്ത് സഹായിക്കും? ഇങ്ങനെ ഒരു ഫോസിൽസ് കൊണ്ടൊക്കെ സഹായിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? എംബ്രിയോളജിക്കൽ എവിഡൻസസ് ആണ്. ഓക്കെ, എന്താണ്? എംബ്രിയോളജിക്കൽ എവിഡൻസസ് ആണ്.
ഇത് പറയുമ്പോൾ നമ്മൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഓർഗാനിസം അവരുടെ എംബ്രിയോ ആയിരിക്കുന്ന സ്റ്റേറ്റില് അവരുടെ ഫൈലോജനറ്റിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ കാണിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, എംബ്രിയോ ആയിരിക്കുന്ന സ്റ്റേറ്റിലെ ഒരു ഓർഗാനിസം അവരുടെ ഫൈലോജനി എന്നുവെച്ചാൽ ആ പണ്ടുണ്ടായിരുന്ന ആ ഫോംസ് ഒക്കെ കാണിക്കുന്നതാണ് പറയുന്നത്. അപ്പം ഈ ഒരു സാധനം പ്രപ്പോസ് ചെയ്തുള്ള ആരാണെന്ന് വെച്ചാല് ഏണസ്റ്റ് ഹേക്കലാണ്. ഏണസ്റ്റ് ഹേക്കല് എന്ത് ചെയ്തു? ബയോജനറ്റിക് ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോ പ്രപ്പോസ് ചെയ്തു. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഓണ്ടോജനി എന്ന് വെച്ചാൽ എന്താണ്? ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ. ഓക്കെ, ഓണ്ടോജനി എന്ന് പറഞ്ഞാല് എംബ്രിയോന്റെ ഡെവലപ്മെന്റിനെയാണ്. അപ്പൊ നമ്മള് ഫൈലോജനി പറഞ്ഞു. ഫൈലോജനി എന്താണ്? എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഓഫ് എൻ ഓർഗാനിസം ആണ്. ഇനിയിപ്പോ നിങ്ങൾ ഓണ്ടോജനിയാണ് കേൾക്കുന്നത്, എന്താണ്? എംബ്രിയോന്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു റിലേഷൻ ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ എന്താണ്? ഒരു റീക്യാപിറ്റുലേഷൻ ഓഫ് ഫൈലോജനി. ഒരു റീക്യാപിറ്റുലേഷൻ ഓഫ് ഫൈലോജനി ആണെന്നാണ് പറയുന്നത്. എന്താണ്? ഫൈലോജനറ്റിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അവർ ആ എംബ്രിയോ സ്റ്റേജിൽ അതിന്റെ ഓരോ സ്റ്റേജിലായിട്ട് കാണിക്കുന്നു. ഓക്കെ, അപ്പം നമ്മളിപ്പോ വെർട്ടിബ്രേറ്റ്സിന് അല്ലെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മളും എന്ത് ചെയ്യുന്നുണ്ട്? ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ എംബ്രിയോ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ വെർട്ടിബ്രേറ്റ്സിന്റെ എംബ്രിയോ സ്റ്റേറ്റിൽ എന്ത് കാണിക്കുന്നുണ്ട്? ഹെഡിന്റെ ബിഹൈൻഡ് ആയിട്ട് ഒരു വെസ്റ്റീജിയൽ ഗിൽ സ്ലിറ്റ്, റോ ഓഫ് വെസ്റ്റീജിയൽ ഗിൽ സ്ലിറ്റ്സ് കാണിക്കുന്നുണ്ട് എംബ്രിയോ സ്റ്റേജിൽ. ഓക്കെ, അപ്പം എംബ്രിയോ സ്റ്റേജിൽ അത് കാണിക്കുമ്പോൾ നമ്മുടെ ഹ്യൂമൻ ആയി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഗിൽ സ്ലിറ്റ്സ് അല്ലല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? പക്ഷെ എംബ്രിയോ സ്റ്റേജിൽ അത് കാണിക്കുന്നതിന് അർത്ഥം എന്താണ്? നമ്മുടെ പൂർവികരുടെ അല്ലെങ്കിൽ നമ്മുടെ ഏതോ ഒരു ഫൈലോജനി ആ ഒരു ഇതിലുള്ള ഏതോ ഒരു എവല്യൂഷണറി സ്റ്റേറ്റിൽ നമ്മൾ അത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ എംബ്രിയോ സ്റ്റേറ്റിൽ എന്താണ്? വീണ്ടും കാണിക്കുകയാണ്. പക്ഷെ എന്താണ്? ഈ ഒരു പ്രപ്പോസൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു എംബ്രിയോളജിക്കൽ എവിഡൻസസ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഏണസ്റ്റ് ഹേക്കലിന്റെ ഒരു ബയോജനറ്റിക് ലോ എന്ന് പറയുന്നത് കാൾ ഏണസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഒരു ഇങ്ങനെ ഡിസപ്രൂവ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാല് എംബ്രിയോസ് എന്ത് ചെയ്യുന്നില്ല ഒരിക്കലും അഡൽട്ട് സ്റ്റേജിലൂടെ വേറൊരു അല്ലെങ്കിൽ അവരുടെ പൂർവികരായിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു അഡൽട്ട് സ്റ്റേജിലുണ്ടായിരുന്ന ഫോമിലൂടെ എന്ത് പാസ് ചെയ്യുന്നില്ല, ഈ എംബ്രിയോസ് പാസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലോ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അനാട്ടമിക്കൽ ആൻഡ് മോർഫോളജിക്കൽ എവിഡൻസസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഇതൊരു കമ്പാരിറ്റീവ് അനാട്ടമിയാണ്. അനാട്ടമി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഇപ്പൊ നമ്മുടെ ബോൺസിന്റെ ഇതൊക്കെ നോക്കുവാണെങ്കിൽ അങ്ങനെ നോക്കുന്നതാണ് എന്ത്? ബോൺസ് അല്ലെങ്കിൽ നമ്മുടെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് അതൊക്കെ വെച്ച് നോക്കുന്നതാണ് എന്ത്? ഈ ഒരു അനാട്ടമിക്കൽ അല്ലെങ്കിൽ മോർഫോളജിക്കൽ എവിഡൻസസ് എന്ന് പറയുന്നത്. ഈ ഒരു കമ്പാരിറ്റീവ് അനാട്ടമി അല്ലെങ്കിൽ മോർഫോളജി എന്ത് കാണിക്കുന്നുണ്ട്? നമ്മുടെ കുറെ ഓർഗാനിസത്തിന് വെച്ചാൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിന് എടുത്തു നോക്കുമ്പം അവർക്ക് എന്ത് കാണുന്നുണ്ട്? ചില ക്യാരക്ടേഴ്സിന് ഒരു സിമിലാരിറ്റി കാണുന്നുണ്ട് അല്ലെ? അപ്പം അത് എങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവും? അല്ലെങ്കിൽ ഇതിന്റെ അണ്ടറിൽ വരുന്നതാണ് എന്ത്? ഹോമലോഗസ് ഓർഗൻസ് ആൻഡ് അനലോഗസ് ഓർഗൻസ് അല്ലെങ്കിൽ ആ ഇതെന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഹോമലോഗസ് ഓർഗൻസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഹ്യൂമന്റെ ഹാൻഡ്, വെയിൽസിന്റെ ഫിപ്പേഴ്സ്, ബാറ്റ്സിന്റെ വിങ്, ചീറ്റയുടെ ഫൂട്ട്. അപ്പം ഇതൊക്കെ എന്താണ്? ഡിഫറെന്റ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. ഇവരൊക്കെ എങ്ങനെയെങ്കിലും ക്ലോസ്ലി റിലേറ്റഡ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഗാനിസം ആണ്, ഡിഫറെന്റ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്, ഡിസ്റ്റിങ്ക്ട്ലി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെ? അപ്പം ഇവരുടെയൊക്കെ അനാട്ടമി, എന്തിന്റെ അനാട്ടമി? ആ ഒരു ഹാൻഡ്, ഹ്യൂമന്റെ ഹാൻഡ് എടുത്ത് അതിന്റെ അനാട്ടമിയും വെയിൽസിന്റെ ഫ്ലിപ്പേഴ്സ്, വെയിൽസിലുള്ള ഫ്ലിപ്പേഴ്സ്, ബാറ്റ്സിന്റെ വിങ്, അതുപോലെ തന്നെ ചീറ്റന്റെ ഫൂട്ട്, ഇതൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ എന്താണ് അതിന്റെ അനാട്ടമി നോക്കുക? ബോൺസ് ഇല്ലേ, നമ്മുടെ ബോൺസിൽ എത്ര ബോൺസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ആ ബോൺസിന്റെ സ്ട്രക്ചർ ഒക്കെ അല്ലെങ്കിൽ ആ ബോൺസ് സിമിലർ ആയിട്ടാണ് കണ്ടത്. ഉള്ളിലുള്ള അനാട്ടമി എന്താണ്? ബോൺസിന്റെ അനാട്ടമി സിമിലർ ആയിട്ടാണ് കണ്ടത്. ഓക്കെ, അവർക്ക് റേഡിയസ് അൾന,
ഈ ഫാനാഞ്ചേഴ്സ് അല്ലെങ്കിൽ മെറ്റാകാർപ്സ് കാർപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുണ്ട്, എല്ലാം അവർക്ക് കറക്റ്റ് ആയിട്ട് സിമിലർ ആയിട്ടാണ് കണ്ടത് ഇവരുടെ ഒക്കെ അനാട്ടമിയിൽ. പക്ഷെ ഇവരുടെ മോർഫോളജി എന്താണ്, ഡിഫറെന്റ് ആയിട്ടാണുള്ളത് അല്ലെ. പിന്നെ അതിന്റെ ഫങ്ഷൻ എന്താണ്, ഫങ്ഷനും ഡിഫറെന്റ് ആണ്. അപ്പം ഇതിൽ വന്നിട്ടുള്ളത് എന്താന്ന് വെച്ചാല് നമ്മുടെ എന്താണ് ഇവരുടെ പണ്ട് അവർക്ക് എന്തായിരുന്നു, സെയിം ആയിട്ടുള്ള അനാട്ടമി ആയിരുന്നു. പിന്നെ ഇങ്ങനെ പോകെ ഏതോ ഒരു പൊതു പൂർവികൻ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അവരിൽ നിന്നിങ്ങനെ പോകെ വന്നപ്പം ഇവര് ഓരോ സ്പീഷീസ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോയി. അപ്പൊ ആ സമയത്ത് അവർക്ക് എന്ത് വേണം, അവര് ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് എന്ത് പറ്റി, അവരെങ്ങനെയാണോ ജീവിക്കുന്നത് അതിനനുസരിച്ചിട്ട് അവരുടെ ആ ഒരു ഹ്യൂമന്റെ ഹാൻഡ് ആയാലും വേസ്റ്റിന്റെ ഫ്ലിപ്പേഴ്സ് ആയാലും കാറ്റിന്റെ പിങ്സ് ആയാലും ചീറ്റൻ ഫ്രൂട്ട് ആയാലും ഇതൊക്കെ എന്ത് ചെയ്തു, അതിനനുസരിച്ച് മോഡിഫൈ ചെയ്തു. ഓക്കെ, പക്ഷെ അനാട്ടമി എന്ത് ചെയ്തിട്ടില്ല, അനാട്ടമി മാറിയിട്ടില്ല. അത് മാത്രമല്ല, അതിൽ വേറെ എക്സാമ്പിൾ പറയാനാണെങ്കിൽ വേർട്ടിബ്രേറ്റിന്റെ ഹാർട്ട്സ് ബ്രെയിൻസ് ഇതൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ വേർട്ടിബ്രേറ്റ്സിൽ അവരുടെ ഹാർട്ട്സും ബ്രെയിൻസും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സിമിലാരിറ്റീസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ബോഗൻ വില്ലയുടെ തോൺസും പിന്നെ കുക്കുർബിറ്റയുടെ ടെൻഡ്രിൽസും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അനാട്ടമി എടുത്ത് നോക്കുമ്പോൾ നമുക്ക് സിമിലർ ആയിട്ടാണ് കാണുന്നത്. അപ്പം ഇവരെന്താണ്, ഹോമലോഗസ് ഓർഗൻസ് എന്ന് പറഞ്ഞാല് ഓർഗൻസ് വിത്ത് സിമിലർ സ്ട്രക്ചർ ആണ് ഓഫ് ഡിഫറെന്റ് ആനിമൽസ്. ഡിഫറെന്റ് ആയിട്ടുള്ള ആനിമൽസിലുള്ള സിമിലർ സ്ട്രക്ചറിലുള്ള ഓർഗൻസ് ആണ്. പിന്നെന്താ, അവർക്കൊരു കോമൺ ആൻസെസ്ട്രി ഉണ്ട്. അത് കാണിക്കുന്നത് എന്താ, അവർക്കൊരു കോമൺ ആൻസെസ്ട്രി ഉണ്ട് എന്നാണ്. ബട്ട് പെർഫോം ഡിഫറെന്റ് ഫങ്ഷൻസ്. അവർ പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, ഡിഫറെന്റ് ഫങ്ഷൻസ് പെർഫോം ചെയ്യാനുള്ള ഓർഗൻസ് ആയിട്ടാണ് അത് പിന്നീട് രൂപാന്തരപ്പെട്ടത് അല്ലെ. പക്ഷെ ഒരു കോമൺ ആൻസെസ്ട്രിയിൽ എപ്പോഴും ഉണ്ടായിരുന്ന ആൾക്കാരാണ് ആ സ്റ്റോക്കിനെ വിട്ടുവിട്ട് പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് ഓരോ സ്പീഷീസിനും അവർ ജീവിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഓർഗൻ മോഡിഫൈ ചെയ്തതാണ്. പക്ഷെ അവരുടെ അനാട്ടമിയിൽ എന്ത് വന്നിട്ടില്ല, ആ ഒരു മാറ്റം വന്നിട്ടില്ല. ഈ ഒരു ഹോമലോഗസ് ഓർഗൻസിന്റെ ഒറിജിൻ ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും, ഡൈവേർജന്റ് എവല്യൂഷൻ കൊണ്ടാണ് എന്തുണ്ടായിട്ടുള്ളത്, ഈ ഒരു ഹോമലോഗസ് ഓർഗൻസിന്റെ എവല്യൂഷൻ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഡൈവേർജന്റ് എവല്യൂഷനെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ നമുക്ക് പറയുന്നുണ്ട്. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് എന്ത് ചെയ്യാണ്, ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയസിലേക്ക് അല്ലെങ്കിൽ അവരുടെ നീഷയൊക്കെ മാറി ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയസിലേക്ക് പോകുമ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള മോഡിഫിക്കേഷൻ ആവും അവരുടെ. ഓക്കെ, ഓർഗൻസ് ഒക്കെ എന്ത് ചെയ്യും, അതിന് ആ ഒരു സ്ഥലത്ത് അവർക്ക് സർവൈവ് ചെയ്യാനുള്ള മോഡിഫിക്കേഷൻ ആയിട്ട് മാറും. അതിനാണ് എന്ത് പറയുന്നത്, ഡൈവേർജന്റ് എവല്യൂഷൻ എന്ന് പറയുന്നത്. അത് കാരണമാണ് എന്തുണ്ടാവുന്നത്, ഈ ഒരു ഹോമലോഗസ് ഓർഗൻസ് ഉണ്ടാവുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അനലോഗസ് ഓർഗൻസ് അല്ലെങ്കിൽ അനലോഗി എന്താണെന്നാണ് പറയുന്നത്. അനലോഗസ് ഓർഗൻ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നേരെ ഓപ്പോസിറ്റ് എന്താന്ന് വെച്ചാല്, അനലോഗസ് ഓർഗൻസ് എന്ന് പറഞ്ഞാല് ഡിഫറെന്റ് സ്ട്രക്ചർ ആയിരിക്കും. ആ ഓർഗൻസിനൊക്കെ ഡിഫറെന്റ് സ്ട്രക്ചർ ആയിരിക്കും. പക്ഷെ അവർ പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ഫംഗ്ഷൻ ആണ് അവർ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ഒരേ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്ന ഓർഗൻസ് ആണ്. പക്ഷെ അവരുടെ മോഡിഫിക്കേഷൻ, അനാട്ടമി ഇതൊക്കെ എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ അതിന് എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ വിങ്സ് എടുക്കുക. വിങ്സ് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈയിലും വിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബേർഡ്സിനും വിങ്സ് ഉണ്ട് അല്ലെ. ബട്ടർഫ്ലൈക്കും ഉണ്ട് വിങ്സ്, ബേർഡ്സിനും ഉണ്ട്. ബട്ടർഫ്ലൈന്റെ വിങ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് കൈറ്റിൻ കൊണ്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഒരു തിൻ ഫ്ലാപ്പ് ഓഫ് കൈറ്റിനാണ് എന്ത്, ബട്ടർഫ്ലൈന്റെ വിങ്സ് എന്ന് പറയുന്നത്. പക്ഷേ നേരെ മറിച്ച് നമ്മൾ ബേർഡ്സിന്റെ വിങ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബേർഡ്സിൽ എങ്ങനെയാണ്, അവരുടെ ഫോർലിങ്സ് മോഡിഫൈ ചെയ്തതാണ് അവരുടെ വിങ്സ് അല്ലെ. അവരുടെ ഫോർലിങ്സ് മോഡിഫൈ ചെയ്തതാണ് ബേർഡ്സിൽ അതിന്റെ വിങ്സ് ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പൊ എന്താ, അത് നോക്കുമ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വ്യത്യാസം ഉണ്ട് അല്ലെ. അപ്പൊ അത് അതിലൊരു എക്സാമ്പിൾ ആയിട്ട് പറയും. പിന്നെ എന്താ, ഒക്ടോപ്പസിന്റെ ഐയും അതുപോലെ തന്നെ മാമൽസിലുള്ള ഐയും എന്താണ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗ്വിൻ ആൻഡ് ഡോൾഫിൻ. പെൻഗ്വിനെയും ഡോൾഫിനെയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്കും എന്തുണ്ട്,
ഫ്ലിപ്പേഴ്സ് ഉണ്ട് അല്ലെ, ഫ്ലിപ്പേഴ്സ് ഉണ്ട്, അത് സെയിം ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ് അതിലൊരു വ്യത്യാസമുള്ള ഇതായിട്ട് കാണുന്നുണ്ട് അല്ലെ. പിന്നെന്താ, പിന്നെ ഇതിൽ എക്സാമ്പിൾ ആയിട്ട് സ്വീറ്റ് പൊട്ടറ്റോ സ്വീറ്റ് പൊട്ടറ്റോന്റെ റൂട്ട് മോഡിഫിക്കേഷൻ ആണെന്ന് സ്വീറ്റ് പൊട്ടറ്റോ ആയിട്ട് മാറുന്നത്. അതുപോലെ തന്നെ സ്റ്റെം മോഡിഫിക്കേഷൻ പൊട്ടറ്റോ ആയിട്ട് മാറുന്നത് എന്താണ്, ഒരു അനലോഗസ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മള് എക്സാമ്പിൾ ബേർഡിന്റെ വിങ്ങും ഇൻസെക്ടിന്റെ വിങ്ങും നോക്കുവാണെങ്കിൽ എന്താണ്, ബേർഡിന്റെ വിങ്ങിൽ ഇതേ ഇവിടെ കുറേ ബോൺസ് ഒക്കെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ, കുറേ ഫെദേഴ്സ് ഇതൊക്കെ ആയിട്ട് ഒരു അറേഞ്ച്മെന്റ് ബോൺസും ഇതൊക്കെ ആയിട്ട്, അത് ഫോർലിമ്പിന്റെ ഒരു മോഡിഫിക്കേഷൻ ആയിട്ടാണ് കാണുന്നത്. ഇവിടെ ജസ്റ്റ് എന്താണ് കൈറ്റിന്റെ ഒരു ഇതായിട്ടാണ് കാണുന്നത്. അപ്പൊ അതിലെന്താണ് അതിന്റെ അനാട്ടമിയും ഇതൊക്കെ വ്യത്യാസമായിട്ടാണ് കാണുന്നത്. പിന്നെ ഇവിടെ നോക്കുക, എന്താണ് അവിടെ പെൻകിൻ്റെത് നോക്കിയേ, പെൻകിൻ്റെതും അതുപോലെ തന്നെ ഡോൾഫിൻ്റെ നോക്കിയേ, ഡോൾഫിൻ്റെത് നോക്കുമ്പോൾ ഏകദേശം ആ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ആ ബോൺസിന്റെ ഇതൊക്കെ ഒന്ന് നോക്കിയേ, നമ്മുടെ ഹ്യൂമൻസ് അല്ലെങ്കിൽ ആ ഒരു ഇതുമായിട്ട് നല്ല സാമ്യമുള്ളതായിട്ടല്ലേ നമുക്ക് ആരെ കാണുന്നത്, ഡോൾഫിൻ്റെത് കാണുന്നത് അല്ലെ. ഇത് രണ്ടും പക്ഷെ എന്താണ് ഫ്ലിപ്പേഴ്സ് ആണ്. ഫംഗ്ഷൻ ഒന്ന് തന്നെയാണ്, പക്ഷെ എന്താണ് അതിന്റെ ഉള്ളിലുള്ള അനാട്ടമി ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫർ ചെയ്യുന്നുണ്ട്. നമ്മുടെ അനലോഗസ് ഓർഗൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അനലോഗസ് ഓർഗൻ ഉണ്ടാവുന്നത്, കൺവേർജന്റ് എവല്യൂഷൻ കൊണ്ടാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു ഡൈവേർജന്റ് എവല്യൂഷൻ അല്ലെ, എന്നുവെച്ചാൽ ഡിഫറെന്റ് ആയിട്ടുള്ള സാഹചര്യത്തിൽ അവർക്ക് ജീവിക്കാൻ വരുമ്പോ അവർക്ക് ആവശ്യമുള്ളതിൽ അവരുടെ ബോഡി എന്ത് ചെയ്യാണ്, മോഡിഫൈ ചെയ്യാണ്. പക്ഷെ അതിന്റെ ഇന്റേണൽ സ്ട്രക്ചർ ഒക്കെ അതുപോലെ നിൽക്കുകയാണ് അല്ലെ. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ കുറെ സ്പീഷീസുകൾ ഒരേ സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വരുമ്പം അവർക്ക് എന്താണ് ആ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇന്റേണൽ അനാട്ടമി ഡിഫറെന്റ് ആയിട്ടുള്ള അവർക്ക് എന്ത് വേണം, ആ എക്സ്റ്റേണൽ ഒരു മോർഫോളജി ഒരുപോലെ വേണം അല്ലെ. ആ ഫംഗ്ഷൻ ചെയ്യാനുള്ള ഒരു രീതിയിൽ അവർ മോഡിഫൈ ചെയ്ത് വെക്കും. അപ്പൊ അവരുടെ ഇന്റേണൽ അനാട്ടമി ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ എന്താണ് ആ ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെല്ലാരും ഈക്വലി പോലെ ഡെവലപ്പ് ചെയ്ത് വരും. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ബയോകെമിക്കൽ എവിഡൻസസ് ആണ്. ബയോകെമിക്കൽ എവിഡൻസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ലിവിങ് തിങ്സിനെ പറ്റി പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏകദേശം എല്ലാ ലിവിങ് തിങ്സും എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്, കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീൻസ്, ഇതൊക്കെ ന്യൂക്ലിക് ആസിഡ്സ് ഇതൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. എല്ലാ ലിവിങ് തിങ്സും ഇതുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ അവിടെ എന്താണ് കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ട് അല്ലെ. ഈ ഒരു എല്ലാ ലിവിങ് തിങ്സിനും ഈ ബയോ മോളിക്യൂൾസ് ഏതോ ഒരാളിൽ നിന്ന് ഒരൊറ്റ ആളിൽ നിന്ന് പാസ് ചെയ്ത് കിട്ടിയതാണെന്ന് ഏകദേശം നമുക്ക് അങ്ങനെ വിചാരിച്ചുകൂടെ അല്ലെ. അല്ലെങ്കിൽ എന്താവണം, ഓരോരുത്തരും ഡിഫറെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഡിഫറെന്റ് ബയോ മോളിക്യൂൾസ് അവരിൽ ഉണ്ടാവണം, അങ്ങനെയാണ് പോകുന്നത് അല്ലെ. ഇത് ബേസിക് ആയിട്ട് അവരുടെ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുള്ളതൊക്കെ എന്തുകൊണ്ടാണ്, ബേസിക് ആയിട്ടുള്ള ബയോ മോളിക്യൂൾസുകൾ കൊണ്ടാണ്. നമ്മുടെ ബയോകെമിക്കൽ എവിഡൻസസ് എന്ന് പറയുന്നത് സിമിലാരിറ്റി ബയോമോളിക്യൂൾസിലും അതുപോലെ തന്നെ മെറ്റബോളിസത്തിലും ഡൈവേഴ്സ് ആയിട്ടുള്ള ഓർഗാനിസംസിൽ അവരിലുള്ള ബയോമോളിക്യൂൾസും അതുപോലെ തന്നെ അവരുടെ മെറ്റബോളിസം ഇതൊക്കെ നോക്കുമെന്നാണ് ഭയങ്കരമായിട്ട് നമ്മൾ സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ സിമിലാരിറ്റി കാണിക്കാനുള്ള കാരണം എന്തായിരിക്കും, കാരണം അവര് ഒരേ ആൻസസ്റ്ററിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളവരായിരിക്കും. ഓക്കെ, നമ്മളിപ്പോ നോക്കുമ്പോൾ ഈ ബാക്ടീരിയയും ഹ്യൂമൻ ബീയിങ്ങിനെ ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ എൻസൈം കൺട്രോൾ ഓഫ് കെമിക്കൽ റിയാക്ഷൻസിനെ ആര് കൺട്രോൾ ചെയ്യുന്നുണ്ട്, എൻസൈംസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണ്, ATP മോളിക്യൂൾസ് വഴിയാണ്. ആ ഒരു ഇതിലാണ് എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പിന്നെന്താ, ജീൻസ് ആണ് എന്ത് ഹെറിഡിറ്ററി ട്രേറ്റ്സ് അല്ലെങ്കിൽ ഹെറിഡിറ്ററി ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്, ജീൻസ് ആണ് അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡ്സ് ആണ്.
പിന്നെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, അങ്ങനെ ഫാറ്റ്, പിന്നെ ന്യൂക്ലിക് ആസിഡ്സ്, ഇതൊക്കെയാണ് എന്ത് ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഏകദേശം ബാക്ടീരിയയിലും ഹ്യൂമനും ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ സെയിം ആണ് അല്ലെ. അപ്പം ബയോ കെമിക്കൽ എവിഡൻസസ് അതാണ് പറയുന്നത്. ഇതൊക്കെ ഒരു കോമൺ ആൻസസ്ട്രലിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത് വന്നതിന്റെ തെളിവായിരിക്കുന്നുള്ളത്. നമ്മള് അഡാപ്റ്റീവ് റേഡിയേഷൻ അല്ലെങ്കിൽ ഡൈവേർജന്റ് എവല്യൂഷൻ എന്ന നേരത്തെ നോക്കിയ ടോപ്പിക് തന്നെയാണ്. അഡാപ്റ്റീവ് റേഡിയേഷൻ അല്ലെങ്കിൽ ഡൈവേർജന്റ് എവല്യൂഷൻ. ഇപ്പൊ എന്തായിരുന്നു അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത്? പ്രോസസ് ഓഫ് എവല്യൂഷൻ ആണ്. എങ്ങനെയാണ്, ആരുടെയാണ്? ഡിഫറെന്റ് സ്പീഷീസിൽ ഉണ്ടായിട്ടുള്ള എവല്യൂഷൻ ആണ് ഇൻ എ ഗിവൺ ജിയോഗ്രഫിക്കൽ ഏരിയ starting from a point literally radiating to other areas of geography called adaptive radiation എന്ന് പറയുന്നത്. Okay, ഗാലപ്പഗോസ് ഫിഞ്ചസ് ആണ് അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. Okay, അപ്പൊ ഇതെന്താന്ന് വെച്ചാല് ഇപ്പൊ ഗാലപ്പഗോസ് ഐലൻഡ്സിൽ പോയപ്പം ഫിഞ്ചസിനെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നില്ലേ. അപ്പം അവിടെ എന്താണ് കണ്ടിട്ടുണ്ടായിരുന്നത്? അല്ലെങ്കിൽ ആ ഡാർവിൻ ഫിഞ്ചസില് അവര് ഏതോ ഒരു ഇതിൽ നിന്ന്, ഏതോ ഒരു കരയിൽ നിന്നാണ് എവിടെ എത്തിപ്പെട്ടതാണ്? പണ്ടത്തെ അവരുടെ ആൻസിസ്റ്റർ ഈ ഒരു ഐലൻഡിൽ എത്തിപ്പെട്ടതായിരിക്കും. പുറമേന്ന് കാണുന്ന അതുപോലെയുള്ള ഇതിൽ നിന്ന് ഐലൻഡിൽ എത്തിപ്പെട്ടു. അവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? അവിടെ ജീവിക്കാനുള്ള സാഹചര്യത്തിനനുസരിച്ച് ഇവര് ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡിന്റെ മെത്തേഡ്സ് ഇതൊക്കെ ഡിഫറെന്റ് ആയിട്ട് അവരെന്ത് ചെയ്തു? അങ്ങനെ കാലാകാലങ്ങളാകുമ്പോൾ അവരുടെ ബീക്കില്, അവരുടെ ഫെദറില്, അവരുടെ എത്ര ഹെവി ആണ്, എത്ര വെയിറ്റ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? അവർക്ക് വ്യത്യാസം വരാൻ തുടങ്ങി. അങ്ങനെ പുതിയ പുതിയ സ്പീഷീസ് ആയിട്ട് എന്ത് ചെയ്തു? മാറി. അവരുടെ കൺവീനിയൻസിന് അതാക്കിയിട്ട് എവല്യൂഷൻ വന്നു. അതാണ് എന്ത് ഡൈവേർജന്റ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഒരൊറ്റ ആൻസിസ്റ്ററിൽ നിന്ന് എന്തുണ്ടാവുക? ഡൈവേർജ് ചെയ്തിട്ട് പോയിട്ട് ഡിഫറെന്റ് ഫങ്ഷൻ ചെയ്യാനുള്ളതിൽ അവർക്ക് മോഡിഫിക്കേഷൻ വരിക. അത് തന്നെയാണ് പറയുന്നത്. എന്താണ് ഡാർവിൻ ഫിഞ്ചസിൽ എങ്ങനെയാണ് സംഭവിച്ചത്? ഈ ഐലൻഡ്സിൽ വെച്ച് തന്നെ എന്ത് പറ്റിയതാണ്? അതിന്റെ ആൻസിസ്റ്റർ ആയിട്ടുള്ള ഫിഞ്ചിൽ നിന്ന് എന്ത് ചെയ്തു? അവര് മൊത്തം എവല്യൂഷൻ സംഭവിച്ച് പുതിയ പുതിയ വെറൈറ്റീസ് ആയിട്ട് മാറിയതാണ്. ഈ ഫിഞ്ചസിന്റെ ബീക്സ് ഒക്കെ നോക്കുമ്പോൾ അവരുടെ ഫീഡിങ് ഹാബിറ്റ് അനുസരിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ബീക്സിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ക്ലോസ്, ബീക്സ് അത്രയും ഷാർപ്പായിട്ടുള്ള അതിന്റെ ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും? വ്യത്യാസം വന്നിട്ടുണ്ടാവും. അവരുടെ വലുപ്പത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ എന്ത് ചെയ്യും? അവര് ചെയ്യുന്ന ഫങ്ഷൻ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള രീതിയിൽ അത് മോഡിഫൈ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് പുതിയ സ്പീഷീസ് ആയിട്ട് മാറും. അതിലെങ്ങനെ ഉണ്ടാവും? ഈ ഒരു ബീക്സ് ഇതൊക്കെ മാറുമ്പോൾ എന്താണ്? ചിലത് ഇൻസെക്ടിവോറസ് ആയിരിക്കും, ചിലത് ഇൻസെക്ട്സിനൊക്കെ കഴിക്കുന്നവരായിരിക്കും, ചിലത് എന്താണ് സീഡ്സ് കഴിക്കുന്നവരായിരിക്കും. ഇവർക്കൊക്കെ എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള ബീക്സ് അല്ലേ ആവശ്യമുണ്ടാവുക. അതിനനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ അവർ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ടാവുക. ഇനി സെക്കൻഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത് മാർസൂപ്പിയൽസ് ആണ്. ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ് എന്ന് പറയും. ഓക്കെ, ഈ ഒരു മാർസൂപ്പിയൽസ് നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഓരോന്നും എന്താണ് മറ്റേതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ആണ് കാണുന്നത്. മാർസൂപ്പിയൽസ് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ കണ്ടോ, നമ്മള് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ് ഓരോന്നിനെയും കാണുന്നത്. ശരിക്കും ഒരു ആൻസസ്ട്രൽ സ്റ്റോക്കിൽ നിന്നുണ്ടായവരാണ്. മാർസൂപ്പിയൽസ് എന്ന് പറയുമ്പോൾ അവരുടെ കോമൺ ആയിട്ടുള്ള ക്യാരക്ടർ എന്താണ്? അവർക്കൊരു പൗച്ച് കാണുന്നുണ്ട് അല്ലെ. അതിലേക്ക് ബേബിനെയൊക്കെ ഇതാക്കിയിട്ട് ഇതാക്കാനുള്ള ഒരു പൗച്ച് പോലുള്ള ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഓർഗൻ അത് കാണുന്നുണ്ട്. ഈ ഒരു മാർസൂപ്പിയൽസിന് കാണുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു ഓസ്ട്രേലിയൻ ഐലൻഡിൽ തന്നെ വെച്ചിട്ട് എന്താണ് അവര് ഒരു ആൻസസ്ട്രൽ സ്റ്റോക്കിൽ നിന്ന് വന്ന ആൾക്കാര് ഡിഫറെന്റ് ആയിട്ടുള്ള ഇതായിട്ട് മാറി, ഓർഗാനിസംസ് അല്ലെങ്കിൽ സ്പീഷീസസ് ആയിട്ട് മാറിയതാണ്. പിന്നെ ഇതിലൊരു എക്സാമ്പിൾ കൂടി പറയുന്നുണ്ട്. എന്താ? പ്ലാസന്റൽ മാമൽസ് ഇൻ ഓസ്ട്രേലിയ. ഈ ഒരു ഡൈവേർജന്റ് എവല്യൂഷൻ ആരും കാണിക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിലുള്ള പ്ലാസന്റൽ മാമൽസിന്റെ ഇടയിലും
നമ്മൾ കാണുന്നുണ്ട്. ഈ കൺവേർജന്റ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ജിയോഗ്രഫിക്കൽ ഏരിയാസിലേക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള സ്പീഷീസ് വരുമ്പം അവിടെ ജീവിക്കാൻ അവർക്ക് എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻ വേണ്ടി വരും അല്ലെ. അപ്പൊ അങ്ങനെ ഉള്ള ഒരേ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഉണ്ടായിട്ടുള്ള മോഡിഫിക്കേഷൻ ഉണ്ടായിട്ട് അങ്ങനെ ഉണ്ടാവുന്ന ആൾക്കാരാണ് എന്ത്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്ന എവല്യൂഷൻ ഇതാക്കുന്ന ഇതാണ് എന്ത്, കൺവേർജന്റ് എവല്യൂഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ നമ്മൾ പറയാനാണെങ്കിൽ പ്ലാസന്റൽ മാമൽസും അതുപോലെ തന്നെ പ്ലാസന്റൽ മാർസൂപ്പിയൽസും നമ്മുടെ ഓസ്ട്രേലിയൻ ഐലൻഡ്സിൽ തന്നെ ഉള്ള ആ ഒരു പ്ലാസന്റൽ മാമൽസും മാർസൂപ്പിയൽസും ഓസ്ട്രേലിയൻ പ്ലാസന്റൽ മാമൽസിലും മാർസൂപ്പിയൽസും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിനെന്ത് കാണാൻ പറ്റും? ഒരേ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മോഡിഫൈ ചെയ്തിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ കാണാൻ പറ്റും. ഡിഫറെന്റ് സ്പീഷീസ് ആണ്, പക്ഷെ അവർക്ക് എന്തുണ്ട്? ഒരേ ഫംഗ്ഷൻ ചെയ്യാനുള്ള ഇതായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഫ്ലൈയിങ് സ്ക്വിറലിനെ കാണാൻ പറ്റും, അതുപോലെ തന്നെ ഫ്ലൈയിങ് ഫലാഞ്ചേഴ്സിനെ കാണാൻ പറ്റും. പിന്നെ എന്താണ്? പ്ലാസന്റൽ വോൾഫ് ആൻഡ് ടാസ്മാനിയൻ വോൾഫ് ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെയാണ് എന്ത്, ഈ ഒരു കൺവേർജന്റ് എവല്യൂഷന്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. നോക്കുന്നത് ടൈപ്പ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ ആണ്. നാച്ചുറൽ സെലക്ഷൻ എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. നേച്ചർ തന്നെ ഏറ്റവും ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ആളെ എന്ത് ചെയ്യാ? സെലക്ട് ചെയ്യാം. അപ്പം ഈ ഒരു നാച്ചുറൽ സെലക്ഷന് തന്നെ കുറച്ച് ടൈപ്സ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പം അതിന് 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? സ്റ്റെബിലൈസിങ് സെലക്ഷൻ അല്ലെങ്കിൽ നോർമലൈസിങ് സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതിൽ ഫസ്റ്റ് വരുന്നത്. ഓക്കെ, സ്റ്റെബിലൈസിങ് സെലക്ഷൻ അല്ലെങ്കിൽ നോർമലൈസിങ് സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിലെങ്ങനെയാന്ന് വെച്ചാല് എൻവയോൺമെന്റ് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ, ആ ഒരു രീതി അല്ലെങ്കിൽ എൻവയോൺമെന്റ് മാറുന്നില്ലെങ്കിൽ ഒരു ആവറേജ് ഇതിൽ വരുന്ന ആൾക്കാരായിരിക്കും ഇതിൽ എന്ത് ചെയ്യുക? സർവൈവ് ചെയ്യുക. ഓക്കെ, ആവറേജ് ആ ഒരു ക്യാരക്ടർ ലൈഫിൽ ആവറേജ് ആയിട്ട് വരുന്ന ആൾക്കാരായിരിക്കും സർവൈവ് ചെയ്യുക. ഓക്കെ, ഇതില് എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മളിപ്പോ ഹ്യൂമൻ ബർത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഹ്യൂമൻ ബേബിന്റെ ബർത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആയാലും ഭയങ്കര ലോ ആയാലും എന്ത് പറ്റും? ആ ഒരു ഹയസ്റ്റ് മോർട്ടാലിറ്റി ആയിരിക്കും. ഭയങ്കര ലോ ആവുന്ന ബേബീസും ഭയങ്കര ഹൈ ആവുന്ന ബേബീസും ആണ് എന്തിരിക്കുന്നത്? മരിച്ചു പോകുന്നത്, മരിക്കാൻ ചാൻസ് കൂടുതലുണ്ട്. ആ ഒരു നോർമൽ അല്ലെങ്കിൽ ആ ഒരു ആവറേജ് എമൗണ്ടിൽ, അതിന് രണ്ടിന്റെയും ഇടയിൽ വരുന്ന ഒരു ആവറേജ് വെയിറ്റ് ആണ് അവർക്കുള്ളതെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്? സർവൈവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റെബിലൈസിങ് സെലക്ഷൻ അല്ലെങ്കിൽ നോർമലൈസിങ് സെലക്ഷൻ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് ഒരു ആവറേജ് ഇതിൽ ആണ് എന്തുണ്ടാവുക? സെലക്ഷൻ നടക്കുക. ആവറേജ് എമൗണ്ട്, ഇപ്പൊ 2 ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ, 2 എക്സ്ട്രീം ഉണ്ടെങ്കിൽ എന്താണ്? അതിന്റെ ആവറേജ് വരുന്ന ആൾക്കാരെയാണ് എന്ത് ചെയ്യുക? ഈ ഒരു സ്റ്റെബിലൈസിങ് സെലക്ഷൻ അല്ലെങ്കിൽ നോർമലൈസിങ് സെലക്ഷനിൽ സർവൈവ് ചെയ്യുക അല്ലെങ്കിൽ നാച്ചർ സെലക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ഇതിൽ 2 പോയിന്റ്സ് എന്താ വെച്ചാല് നമ്മുടെ ഫോസിൽ സ്റ്റഡീസിനെ പറ്റി പറയണ്ടായിരുന്നില്ലേ. അപ്പൊ അതിൽ പറയുന്നുണ്ട് ചില സ്പീഷീസ് എന്ത് ചെയ്യും? അൺചേഞ്ച്ഡ് ആയിട്ട് കുറേ കാലം നിൽക്കും. നിങ്ങൾ ലിവിങ് ഫോസൽസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? എന്തിനെയാണ് നിങ്ങൾ ലിവിങ് ഫോസൽസ് എന്ന് പറഞ്ഞ് പഠിക്കുന്നത്? അത് ശരിക്ക് ഫോസിൽസ് ആണ്. ഫോസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത്, ഈ ഒരു റോക്കിന്റെ അടിയിൽ നിന്നോ മണ്ണിന്റെ അടിയിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലും അടിയിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ റിമെയിൻസ് കിട്ടുന്നതാണ് അല്ലെ. പക്ഷെ ലിവിങ് ഫോസിൽസ് എന്ന് പറയുന്ന ആൾക്കാർ ആരാണെന്ന് അറിയോ? അവര് ആ ഒരു അവരുടെ അത്രയും അവരുണ്ടായിട്ടുള്ള ആ സ്പീഷിയേഷൻ നടന്നിട്ട് അവരുണ്ടായിരുന്ന ആ കാലം മുതൽ ഈ ഒരു കാലം വരെ ഇന്നും ജീവിക്കുന്നുണ്ട്, ഇന്നും അവർ സർവൈവ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് എന്ത് വന്നിട്ടില്ല? അവർക്ക് എവല്യൂഷൻ നടന്നിട്ടില്ല, അവർക്ക് ഉള്ളിൽ ഒരു മാറ്റം വന്നിട്ടില്ല. ഓക്കെ, അങ്ങനെയുള്ളവരാണ് എന്ത് പറയുന്നത്? ലിവിങ് ഫോസിൽസ് എന്ന് പറയുന്നത്. ചില ജീവികൾ അങ്ങനെ എന്താ ഓർഗാനിസംസ് അങ്ങനെ സ്പീഷീസ്, ചില സ്പീഷീസ് എന്താക്കുന്നുണ്ട്? അൺചേഞ്ച്ഡ് ആയിട്ട് അങ്ങനെ കുറേ കാലം ഇങ്ങനെ നിൽക്കുന്നുണ്ട്.
പിന്നെ നമ്മുടെ ഏർത്തിലുള്ള ഏറ്റവും മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീപ് സീയിലാണ്. ഓക്കെ, നമ്മുടെ ഏർത്തിലുള്ള ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? ഡീപ് സീ ആണ്. ബാക്ക് ടു നമ്മളിപ്പോ പറഞ്ഞ കാര്യം എന്താണ്? സ്റ്റെബിലൈസിങ് സെലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് എക്സ്ട്രീം എൻഡ് ഉണ്ടാവുന്ന ഏതെങ്കിലും ഒരു ക്യാരക്ടർ, ഇപ്പൊ ഹ്യൂമന്റെ ബർത്ത് വെയിറ്റ് ആണെങ്കിൽ അതിന് രണ്ട് എക്സ്ട്രീം എൻഡ്സ് ഉണ്ട്. ഒന്ന് ഭയങ്കര വെയിറ്റ് ഉണ്ടാവാം, ഒന്ന് ലോ വെയിറ്റ് ആയിരിക്കാം. ആ എക്സ്ട്രീം വെയിറ്റ്സ് ഉള്ള കണ്ടീഷനിലാണ് എന്ത് ഈ ഒരു മോർട്ടാലിറ്റി കൂടുതലായിട്ട് വരുന്നത്. ഏറ്റവും കൂടുതൽ നാച്ചുറൽ സെലക്ഷൻ നടക്കുന്നത് എപ്പോഴാണ്? അതിന്റെ ഒരു ആവറേജ് ഇതില് വെയിറ്റ് വരുമ്പോഴാണ്. ഇനി രണ്ടാമത്തതാണ് എന്ത്? ഡയറക്ഷണൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ഡയറക്ഷണൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? അത് ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇൻഡസ്ട്രിയൽ മെലാനിസം എന്ന് പറയുന്നതില്ലേ, മോത്തിന്റെ ഇൻഡസ്ട്രിയൽ മെലാനിസം എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഡയറക്ഷണൽ സെലക്ഷൻ ആണ്. ഓക്കെ, ഡയറക്ഷണൽ സെലക്ഷൻ എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു എൻഡിനെ, ഏതെങ്കിലും ഒരു എക്സ്ട്രീമിനെ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയൽ മെലാനിസം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ എന്താണ്? അതിലൊരു വൈറ്റ് അല്ലെങ്കിൽ ഒരു വൈറ്റിഷ് ഗ്രേ കളറുള്ള മോത്തും ബ്ലാക്ക് മോത്തും അവരുടെ സർവൈവിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇതാണ് എന്തിൽ നമ്മൾ പറയുന്ന ഇൻഡസ്ട്രിയൽ മെലാനിസത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. എന്താണ്? ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നു കഴിഞ്ഞു. ഇപ്പം ഈ ലണ്ടനിലും ന്യൂയോർക്കിലൊക്കെ ഉള്ള ആ സ്ഥലങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അതൊക്കെ കഴിഞ്ഞപ്പോ എന്തായി? നമ്മുടെ ട്രീസിലൊക്കെ പണ്ട് എന്തുണ്ടായിരുന്നു? ലൈക്കൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കുറച്ചുകൂടി എന്തായിരുന്നു? ഒരു വൈറ്റിഷ് അല്ലെങ്കിൽ ഒരു വൈറ്റിഷ് ഗ്രേ കളറിലായിരുന്നു എന്തുണ്ടായിരുന്നത്? ട്രീസ് ഇതൊക്കെ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ആ സമയത്ത് നമ്മുടെ ഈ വൈറ്റിഷ് ഗ്രേ മോത്ത് ആ ഒരു ഇതിൽ പറ്റിപ്പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ അതിന് എന്താവില്ല? അതിനെ അധികം എടുത്ത് കാണാൻ പറ്റില്ല. ഒരു ക്യാമഫ്ലേജ് അതിന് എന്ത് കൊടുത്തിരുന്നു? ആ ഒരു ട്രീന്റെ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ബ്ലാക്ക് മോത്ത് അതിൽ പോയി നിന്ന് കഴിഞ്ഞാലോ അതിനെ പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്ത് കാണാൻ പറ്റും. കാരണം ഒരു വൈറ്റിഷ് ഗ്രേ അല്ലെങ്കിൽ വൈറ്റ് ഇതില് ബ്ലാക്ക് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് കാണാൻ പറ്റും അല്ലെ. അപ്പം പ്രേസ് അല്ലെങ്കിൽ പ്രിഡേറ്റേഴ്സ് ആക്രമിച്ച് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇതാക്കിയിരുന്നത് ആരെയായിരുന്നു? ബ്ലാക്ക് മോത്തിനെയായിരുന്നു. അപ്പൊ സർവൈവ് ചെയ്തതോ വൈറ്റ് അല്ലെങ്കിൽ വൈറ്റിഷ് ഗ്രേ ആ കളറിലുള്ള മോത്ത്സ് ആയിരുന്നു കൂടുതൽ സർവൈവ് ചെയ്തിട്ട് കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഒക്കെ കഴിഞ്ഞ് ഈ ഒരു ലൈക്കൻസ് ഒക്കെ ആ ഒരു പൊല്യൂഷൻ വന്നു, സൾഫർ പൊല്യൂഷൻ ഒക്കെ വന്ന് ലൈക്കൻസ് ഒക്കെ ഡിസപ്പിയർ ചെയ്തു. പിന്നെ ഈ ട്രീന്റെ ബാർക്കൊക്കെ എന്ത് ചെയ്തു? ആ ബാർക്കിനൊക്കെ ഈ ഒരു പുകയും കരിയും മണ്ണും പൊടിയൊക്കെ കൊണ്ടിട്ട് എന്ത് കളർ വന്നു? ഒരു കറുത്ത കളർ, ബാർക്കിനൊക്കെ കറുപ്പ് വന്നത്. അപ്പൊ ആ സമയത്ത് ഈ രണ്ട് മോത്തും ആ ട്രീയുടെ ബാർക്കിൽ പോയി നിന്ന് കഴിഞ്ഞാല് ബ്ലാക്ക് മോത്ത് ആണ് കുറച്ചുകൂടി എന്താണ് ആ ഒരു ക്യാമഫ്ലേജ് ആയിട്ട് നിൽക്കുന്നത്. അതിനെയാണ് കുറച്ചുകൂടി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത്. കാരണം ആ ട്രീയുടെ ബാർക്കും എന്തായി? ഒരു ഡാർക്ക് കളറായി അല്ലെ. പക്ഷെ ആ ഡാർക്കില് വൈറ്റ് അല്ലെങ്കിൽ വൈറ്റിഷ് മോത്തിന് അങ്ങനെ കുറച്ച് വൈറ്റിഷ് ഗ്രേ ഉള്ള കളറുള്ള മോത്തിനെ കുറച്ചുകൂടി ഈസി ആയിട്ട് ഐഡന്റിഫൈബിൾ ആയി. ഓക്കെ, അങ്ങനെയാകുമ്പോൾ ആ ഒരു സമയത്ത് പ്രിഡേറ്റേഴ്സ് കൂടുതൽ ആക്രമിക്കാനും എന്തായി? ഒരു വൈറ്റ് മോത്ത് കൂടുതൽ ആക്രമിക്കപ്പെടാനും അതിന്റെ എണ്ണം കുറയാനും ഈ ഒരു ബ്ലാക്ക് മോത്ത് ഭയങ്കരമായിട്ട് എണ്ണം കൂടാനും തുടങ്ങി. അപ്പം ഇൻഡസ്ട്രിയലൈസേഷന്റെ മുമ്പ് ആരായിരുന്നു കൂടുതലുണ്ടായിരുന്നത്? വൈറ്റ് ആയിരുന്നു. ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നു അല്ലെങ്കിൽ അതിന് ശേഷം ആരാണ്? ബ്ലാക്ക് മോത്ത് ആണ് കൂടുതലുണ്ടായിരുന്നത്. അപ്പം ഏതെങ്കിലും ഒരു എക്സ്ട്രീമിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഒരു ടൈം അവര് ചൂസ് ചെയ്യുള്ളൂ. അത് ഡയറക്ഷണൽ ആയിരിക്കും. ഓക്കെ, ഏതെങ്കിലും ഒരൊറ്റ ഈ വൈറ്റ് എന്ന് പറയുന്ന ബ്ലാക്ക് എന്ന് പറയുന്നത് രണ്ട് എക്സ്ട്രീം ആണ് അല്ലെ. അപ്പം ഏതെങ്കിലും ഒരു എക്സ്ട്രീമിനെ മാത്രമേ ഒരു സമയം ചൂസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അതെന്താണ്? ഡയറക്ഷണൽ സെലക്ഷൻ ആണ്. ഡയറക്ഷണൽ നാച്ചുറൽ സെലക്ഷൻ ആണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഡിസ്ട്രപ്റ്റീവ് സെലക്ഷൻ ആണ്. ഡിസ്ട്രപ്റ്റീവ് സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അഡാപ്റ്റീവ് റേഡിയേഷന്റെ ആ ഒരു തലത്തിൽ വെച്ച് നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി. ഡിസ്ട്രപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് എക്സ്ട്രീം എൻഡിനെയും നമ്മൾ എന്ത് ചെയ്യും? സെലക്ട് ചെയ്യും. എക്സ്ട്രീം എൻഡിനെ സെലക്ട് ചെയ്യും. അതിനുള്ളിലുള്ള ആവറേജ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യില്ല?
അവർക്കാണ് അൺഫേവറബിൾ ആയിട്ട് മാറുക. ഓക്കെ, എക്സ്ട്രീം എൻഡിനെയാണ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അപ്പൊ നമ്മള് എക്സാമ്പിൾസ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഇപ്പം ടേർട്ടിൽസ് എടുക്കുകയാണെങ്കിൽ ടേർട്ടിൽസിന്റെ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഏറ്റവും നല്ല ലാർജ് ആയിട്ടുള്ളതും സ്മോൾ ആയിട്ടുള്ളതുമായിട്ടുള്ള ടേർട്ടിൽസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് അതിന്റെ രണ്ടിനും മീഡിയം സൈസിലുള്ള ടേർട്ടിൽസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ എക്സ്ട്രീം എൻസ് എന്ന് പറയുമ്പോൾ ഏതാണ്, ലാർജ് ആയിട്ടുള്ളത് ഏറ്റവും സ്മോൾ ആയിട്ടുള്ളത്. ആ രണ്ടെണ്ണത്തിനെയും നമ്മൾ സെലക്ട് നാച്ചുറൽ കൂടുതൽ സെലക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആർക്കാണ് അത് അൺഫേവറബിൾ ആയിട്ട്, ആരാണ് കുറയുക അവിടെ കുറയുന്നത് ആ ഒരു നോർമൽ റേഞ്ചിൽ അല്ലെങ്കിൽ മിഡിൽ ആയിട്ടുള്ള ഇതില് വരുന്ന ആൾക്കാരാണ് അല്ലെ. ഏറ്റവും ലാർജും അല്ല ഏറ്റവും സ്മോളും അല്ല, ആ ഒരു മിഡിൽ സൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യുക, ഫേവറബിൾ ആവുക. അവരാണ് പിന്നീട് എന്ത് ചെയ്യുക, ഇല്ലാതായി പോകുന്നത്. ഈ ലാർജും സ്മോളും എന്ത് ചെയ്യും, അവര് പിന്നീട് രണ്ട് സ്പീഷീസ് ആയിട്ട് അവര് പോകെ ഇങ്ങനെ എവല്യൂഷൻ ഒക്കെ സംഭവിച്ച് രണ്ട് സ്പീഷീസ് ആയിട്ട് മാറും. ഈ മിഡിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും, അവർക്കാണ് അൺഫേവറബിൾ ആയിട്ട് വരുന്നത്. അങ്ങനെയുള്ള ഇതാണ് എന്ത് ഡിസ്ട്രക്റ്റീവ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാല് മോഡേൺ സിന്തറ്റിക് തിയറിയാണ്. മോഡേൺ സിന്തറ്റിക് തിയറി എന്ന് പറയുമ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീനിൽ ഉണ്ടാകുന്ന വേരിയേഷൻ ആണ് എന്തിന് കാരണമാകുന്നത്, അതിങ്ങനെ ജീനിലെ വേരിയേഷന് കാരണമാകുന്നതായിട്ടാണ്. അത് കൂടിയാണ് എന്തുണ്ടാകുന്നത്, എവല്യൂഷൻ ഉണ്ടാകുന്നതെന്നാണ് മോഡേൺ സിന്തറ്റിക് തിയറിയിൽ പറയുന്നത്. ഓക്കെ, ജീൻ വാരിയേഷൻ അല്ലെങ്കിൽ ജീനിൽ ഉണ്ടാകുന്ന ജീൻ വാരിയൻസ് ആണ് എവല്യൂഷന് കാരണമാകുന്നത് എന്ന്. ഈ ഒരു മോഡേൺ സിന്തറ്റിക് തിയറിന്റെ ബേസിക്സ് ഇത് പ്രൊവൈഡഡ് ബൈ ആരാണ് പ്രൊവൈഡ് ചെയ്തത്, ഒരു ബുക്ക് ഉണ്ടായിരുന്നു, ഇത് ജെനറ്റിക്സ് ആൻഡ് ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ആ ബുക്കിനെ ബേസ് ചെയ്തിട്ട് ആരാണ് ഇത് ഇതാക്കിയിട്ടുള്ളതെന്ന് ചോദിച്ചാല് ജൂലിയൻ ഹക്സ്ലി ആണ്. എപ്പോഴാണ് 1942 ജൂലിയൻ ഹക്സ്ലി ആണ് ഡാർവിൻ കണ്ടുപിടിച്ചിട്ടുള്ളതും നാച്ചുറൽ സെലക്ഷനും അതുപോലെ തന്നെ ഈ ഒരു ജനറ്റിക് ആൻഡ് ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറഞ്ഞിട്ടുള്ളതും എല്ലാം കൂടി ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു മോഡേൺ സിന്തറ്റിക് തിയറി എന്ന് പറഞ്ഞിട്ടുള്ളതിനെ ഒന്ന് ഇതാക്കി വെച്ചിട്ടുള്ളത്. പക്ഷെ അതിന്റെ ഫൈനൽ ഷേപ്പ് ഒക്കെ അതാക്കി കൊണ്ടുവന്നിട്ടുള്ളത് ആരൊക്കെയാണ്, മുള്ളർ, ഫിഷർ, റൈറ്റ്, മേയർ, സ്റ്റെബിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ മോഡേൺ സിന്തറ്റിക് തിയറിക്ക് പിന്നീട് ഷേപ്പ് കൊടുത്തിട്ടുള്ള ആൾക്കാര്. ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്, ജൂലിയൻ ഹക്സ്ലി ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു മോഡേൺ സിന്തറ്റിക് തിയറി എടുത്ത് നോക്കിക്കഴിഞ്ഞാല് അതിന് ഒരു 5 ബേസിക് പ്രോസസ്സ് നമുക്ക് ആ മോഡേൺ സിന്തറ്റിക് തിയറിയിൽ കാണാൻ പറ്റും. 5 ബേസിക് പ്രോസസ്സസ് കാണാൻ പറ്റും. അതിൽ ഉള്ള ഫസ്റ്റ് എന്ന് പറഞ്ഞാല് എന്താണ്, ജീൻ മ്യൂട്ടേഷൻ ആണ്. ജീൻ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സഡൻ ചേഞ്ച് ഇൻ ജീൻ സ്ട്രക്ചർ അല്ലെ, ജീനിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അറേഞ്ച്മെന്റിൽ ഉണ്ടാകുന്ന ഒരു സഡൻ ചേഞ്ച് ആണ്. ഓക്കെ, ആ ഒരു ചേഞ്ച് പോകെ എന്തിന് കാരണമാകും, ആ ചേഞ്ച് ഫീനോട്ടിപ്പിക് ചേഞ്ചിന് കാരണമാകും അല്ലെ. സഡൻ ഇൻഹെറിറ്റബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. അത് പിന്നീട് എന്തിന് കാരണമാകും, ഫീനോട്ടിപ്പിക് ചേഞ്ചസിന് കാരണമാകും. പോകെ എവല്യൂഷൻ എന്തിനു ചെയ്യും, കാരണമാകും. പിന്നെ ക്രോമസോമൽ അബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോമസോമിന്റെ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ നമ്പേഴ്സിൽ ഉണ്ടാവുന്ന വ്യത്യാസമാണ് എന്ത്, ക്രോമസോമൽ അബറേഷൻ എന്ന് പറയുന്നത്. ക്രോമസോമിന്റെ നമ്പറിൽ അല്ലെങ്കിൽ സ്ട്രക്ചറിൽ ഉണ്ടാവുന്ന വ്യത്യാസമാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് റീകോമ്പിനേഷൻ ആണ്. എന്താണ് റീകോമ്പിനേഷൻ, സിസ്റ്റർ ക്രോമാറ്റിഡ്സ് അല്ലെ, സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ത് ചെയ്യാണ്, ഫ്രാഗ്മെന്റ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക അല്ലെ, അതാണ് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. എന്താണ് ക്രോസിംഗ് ഓവറും സെയിം തന്നെയാണ് അല്ലെ. ക്രോസിംഗ് ഓവർ കൊണ്ടാണ് എന്തുണ്ടാകുന്നത്, റീകോമ്പിനേഷൻ ഉണ്ടാകുന്നത്. ക്രോസിംഗ് ഓവർ എന്താണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ്, ക്രോമാറ്റിഡ്സ് തമ്മിൽ ഒരു ജോയിൻ വരും, എന്നിട്ട് ആ ഒരു സിസ്റ്റർ ക്രോമാറ്റിന്റെ ഒരു ചെറിയ പാർട്ട് മറ്റേ ക്രോമസോമിലേക്ക് പോവുകയും ആ ക്രോമാറ്റിന്റെ പാർട്ട് എന്ത് ചെയ്യും, മറ്റേ രണ്ടാമത്തെ സിസ്റ്റർ ക്രോമാറ്റിലേക്ക് വന്ന് നിൽക്കുകയും ചെയ്യും. അപ്പൊ അവിടെ എന്തുണ്ടായി, അവിടെ ഒരു റീകോമ്പിനേഷൻ ഉണ്ടായി അല്ലെ. അപ്പൊ അതാണ് എന്ത് ഇവിടെ റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്.
നാച്ചുറൽ സെലക്ഷൻ എന്താണ്? അത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. നാച്ചർ തന്നെ എന്താണ് ഫിറ്റസ്റ്റ് ആയിട്ടുള്ളതിനെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്, അവർക്ക് ആ ഒരു അഡാപ്റ്റീവ്നെസ് വന്നിട്ടുണ്ടാവും. ആ ഒരു ഓർഗാനിസത്തിന് ആ ഒരു എൻവയോൺമെന്റിൽ ജീവിക്കാനുള്ള അഡാപ്റ്റീവ്നെസ് വന്നിട്ടുണ്ടാവും. അങ്ങനെയാണ് എന്ത് നടക്കുന്നത്, നാച്ചുറൽ സെലക്ഷൻ നടക്കുന്നത്. പിന്നെ ഐസൊലേഷൻ എന്നിട്ടുണ്ട്. ഐസൊലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒരു പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് ആൾക്കാരെ എടുത്ത് ഐസൊലേറ്റ് ചെയ്ത് പിന്നീട് എന്താണ്, ആ ഇന്റർബ്രീഡിംഗ് പോപ്പുലേഷൻ തന്നെ ആയിരിക്കും ഒരു സ്പീഷീസിൽ നിന്ന് കുറച്ച് പേരെ എടുത്ത് വേറൊരു സ്ഥലത്ത് അവരെ ഐസൊലേറ്റ് ചെയ്ത് അവിടെ കുറേ ജനറേഷൻ കഴിയുമ്പോൾ അവർക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാല് പിന്നെ ഈ ഒരു ഒറിജിനൽ ആയിട്ടുണ്ടായിരുന്ന ആ സ്പീഷീസുമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്റർബ്രീഡ് ഒന്നും അവർ ചെയ്യില്ല. അവര് പുതിയൊരു സ്പീഷീസ് ആയിട്ട് മാറുകയാണ് ചെയ്യാം. ഓക്കെ, അതെന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മൾ എടുത്തിട്ടുള്ള ആ വലിയ സ്പീഷീസിന്റെ കൂട്ടത്തിൽ നിന്ന് നമ്മൾ കുറച്ച് പേരെ എടുത്ത് മാറ്റി വെക്കുകയല്ലേ ചെയ്യുന്നത്. അവരെ പിന്നെ എന്ത് ചെയ്യുന്നില്ല, വേറൊരു സ്പീഷീസുമായിട്ട് ഇതാക്കുന്നില്ലെങ്കിൽ എന്ത് പറ്റും, ഇവർക്കിടയിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ചേഞ്ചസ്, പുതിയ അലീൽസിന്റെ ഇതൊന്നും എവിടെ ഉണ്ടാവില്ല, ആ ഒറിജിനൽ ആയിട്ടുള്ളതിൽ ഉണ്ടാവില്ല. ആ ഒറിജിനലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഇതൊന്നും ആർക്കും ഉണ്ടാവില്ല, ഈ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ പോപ്പുലേഷൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ കുറെ കാലം കഴിയുമ്പോൾ എന്താണ്, നമ്മൾ മാറ്റിയിട്ടുള്ള പോപ്പുലേഷൻ വേറൊരു സ്പീഷീസ് ആയിട്ടാണ് അവർ പിന്നീട് തിരിച്ച് ഒറിജിനൽ പോപ്പുലേഷനിലേക്ക് പോയി കഴിഞ്ഞാലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്റർബ്രീഡിങ് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം എന്താവും, അവർ പുതിയ സ്പീഷീസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അതാണ് ഇത് ഐസൊലേഷൻ എന്ന് പറയുന്നത്. പിന്നെ രണ്ട് ആക്സസറി ഫാക്ടേഴ്സ് ആണ് ഏതൊക്കെയാണ്, ജനറ്റിക് ഡ്രിഫ്റ്റ് ആൻഡ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ജീൻ ഫ്രീക്വൻസിയിൽ പെട്ടെന്ന് ഒരു എന്തുണ്ടാവുക, ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവുക, എന്തെങ്കിലും ഒരു സ്മോൾ ചാൻസ് അങ്ങനെ എന്തെങ്കിലും ഇതുകൊണ്ടാണ് അത് എന്തുണ്ടാവും, ലെസ് ഫ്രീക്വന്റ് ആയിട്ട് ഉണ്ടാവുന്ന അലീൽസ് എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്യപ്പെടും. എന്തിനാണ് ഇങ്ങനെ ലെസ് ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന അലീൽസ് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നത്, ഹോമോസൈഗോസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഹോമോസൈഗോസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ലെസ് ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന അലീൽസ് ഒക്കെ എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്തു പോകും. ഓക്കെ, പിന്നെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്, ഹൈബ്രിഡൈസേഷൻ എന്താണ്, ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കുറെ കേട്ടിട്ടുള്ളതാണ്. ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സ്പീഷീസ് അല്ലെങ്കിൽ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസിനെ മീറ്റ് ചെയ്ത് നമ്മൾ പുതിയൊരു വിഭാഗത്തിന് ഉണ്ടാക്കുക. അതാണ് എന്ത്, ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിലുള്ള ഒരു ഭാഗമാണ് എന്ത്, ഹാർഡി-വെയിൻബെർഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഹാർഡി-വെയിൻബെർഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ആരൊക്കെയാണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്, GH ഹാർഡി ആൻഡ് വില്യം വെയിൻബെർഗ് ആണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിനെ ഹാർഡി-വെയിൻബെർഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഹാർഡി-വെയിൻബെർഗ് ഇക്വിലിബ്രിയം എന്നൊക്കെ പറയുന്നത്. പറയുന്നതിന് മുമ്പ് നമുക്ക് എന്തറിയണം, ജീൻ പൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് നമ്മൾ അറിയണം. എന്താണ് ജീൻ പൂള്? ഒരു പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാല്, ഒരു ഓർഗാനിസത്തിന്റെ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാല് അവിടെയുള്ള ടോട്ടൽ ജീൻസ് ആൻഡ് ദെയർ അലീൽസ് ആണ് എന്ത്, ടോട്ടൽ ജീൻസ് ആൻഡ് ദെയർ അലീൽസിന്റെ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനിലുള്ള ടോട്ടൽ ജീൻസും അതിന്റെ അലീൽസും ആണ് എന്ത്, ജീൻ പൂൾ എന്ന് പറയുന്നത്. കോൺസ്റ്റന്റ് ആയിട്ടുള്ള എന്താണ്, ജീൻസ് ആൻഡ് ദെയർ അലീൽസ് ആണ് ജീൻ പൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഹാർഡി-വെയിൻബെർഗ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ പ്രിൻസിപ്പിളിൽ പറയുന്നത് എന്താ വെച്ചാല്, allelic frequencies in a population are stable and constant from generations to generation. ഒരു ജനറേഷനിൽ ഇത്ര ഫ്രീക്വൻസി ആണ്, ഇത്ര അലീൽസ് ആണ്, എത്ര അലീലിക് ഫ്രീക്വൻസി ആണ് ഒരു ഇതിലുള്ളതെങ്കിൽ അത് ജനറേഷൻ ടു ജനറേഷൻ എന്തായിരിക്കും, അത്ര തന്നെ ആയിരിക്കും ഉണ്ടാവുക. എന്ന് വെച്ചാല് ഈ ഓരോ അലീൽസ് അല്ലെങ്കിൽ ഓരോ ജീൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിനൊക്കെ ഇത് ഇത്ര ഫ്രീക്വൻസിയിൽ വരുന്നു, ഇത് ഇത്ര ഫ്രീക്വൻസിയിൽ വരുന്നു, ഇത് ഇത്ര ഫ്രീക്വൻസിയിൽ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുണ്ടാവും.
അപ്പൊ ഓരോ ജനറേഷൻ ടു ജനറേഷൻ എന്തായിരിക്കും ഈ അലീലിക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ അലീൽ ഇത്ര വരുന്നു, ഈ അലീൽ ഇത്ര ശതമാനം വരുന്നു എന്നുള്ളത് എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിട്ട് ജനറേഷൻ ടു ജനറേഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതിനെയാണെന്ന് പറയുന്നത് ജനറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഈ ഒരു സം ടോട്ടൽ ഓഫ് ഓൾ അലീലിക് ഫ്രീക്വൻസി, നമ്മൾ ഈ അലീലിക് ഫ്രീക്വൻസീസ് മൊത്തം ഇങ്ങനെ എടുത്ത് കൂട്ടി നോക്കുവാണെങ്കിൽ എന്താ കിട്ടുക? ആൻസർ 1 ആയിരിക്കും കിട്ടുക. ഓക്കെ, ടോട്ടൽ അലീലിക് ഫ്രീക്വൻസി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആൻസർ 1 ആയിട്ടായിരിക്കും കിട്ടുക. ഈ ഒരു ജനറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ എന്താണ്? അലീലിക് ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളത്. ഈ അലീലിക് ഫ്രീക്വൻസി കോൺസ്റ്റന്റ് അല്ലാണ്ട് ആ ഒരു ഫ്രീക്വൻസിയിൽ എന്തെങ്കിലും ചേഞ്ച് വരുമ്പോഴാണ് നമ്മൾ അതിനെന്ത് പറയാ? അവിടെ എവല്യൂഷൻ എന്ന് പറയാം. എവല്യൂഷൻ ഉണ്ടായി എന്ന് നമ്മൾ പറയാം. ഓക്കെ, ഇത് നമ്മളൊന്ന് മാത്തമാറ്റിക്കലി നമ്മൾ നോക്കുവാണെങ്കിൽ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോമിനന്റ് ആയിട്ടുള്ള അലീലുണ്ട്, എ എന്ന് പറഞ്ഞിട്ടുള്ള റെസസീവ് ആയിട്ടുള്ളതുണ്ട്. ഇത് ഒരു പോപ്പുലേഷനിലുള്ള എന്താണ് ഡോമിനന്റ് റെസസീവ് ആയിട്ടുള്ള ഒരു അലീൽസ്, 2 അലീൽസ് ആണ്. അതിനെ നമ്മള് അതിന്റെ ഫ്രീക്വൻസി, അത് എ എന്ന് പറയുന്നത് പി എന്ന് പറയുന്ന അത്രയും ഫ്രീക്വൻസിയിൽ കാണുന്നുണ്ട്, ഈ സ്മോൾ എ എന്ന് പറയുന്നത് ക്യൂ എന്ന് പറഞ്ഞ അത്രയും ഫ്രീക്വൻസിയിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പോസിബിൾ കോമ്പിനേഷൻ നോക്കുവാണെങ്കിൽ ഈ ഡോമിനന്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് പി സ്ക്വയർ, ഈ ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഇത് എന്ന് പറയുമ്പോൾ വരും പി ക്യൂ ക്യൂ പി, പിന്നെന്താ ഈ ഒരു സ്മോൾ റെസസീവ് ആയിട്ടുള്ള ഹോമോസൈഗസ് കണ്ടീഷൻ ക്യൂ സ്ക്വയർ. ഓക്കെ, അപ്പം ഇത് എങ്ങനെ വരും? ബൈനോമിയൽ എക്സ്പ്രഷൻ ആയിട്ട് നമ്മൾ എഴുതുവാണെങ്കിൽ എങ്ങനെ വരും? പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ ഇസ്കൽ ടു 1 എന്ന് പറഞ്ഞിട്ടുള്ളതിലാണ് വരിക. അത് തന്നെയാണ് ഇത് പി പ്ലസ് ക്യൂ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ളത് വരുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു ഇക്വിലിബ്രിയത്തിൽ ഒരു ചേഞ്ച് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഫ്രീക്വൻസിയിലും ചേഞ്ച് വരുവാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? ഒരു എവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സാണ്. ഈ അലിലിക് ഫ്രീക്വൻസിയിൽ ചേഞ്ച് വരികയാണെങ്കിലാണ് എവല്യൂഷൻ നടക്കുന്നത്. ഈ ഒരു ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ജീൻ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ജീൻ ഫ്ലോ, ജനറ്റിക് ഡ്രിഫ്റ്റ്, മ്യൂട്ടേഷൻ, ജനറ്റിക് റീകോമ്പിനേഷൻ ആൻഡ് നാച്ചുറൽ സെലക്ഷൻ. ഈ 5 കാര്യങ്ങളാണ് എന്ത് ഈ ഒരു ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിനെ എന്ത് ചെയ്യുന്നത്? എഫക്ട് ചെയ്യുന്നത്. അപ്പോ ഈ ഒരു ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവില്ല? എവല്യൂഷൻ ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഇടയിൽ എന്തുണ്ടാവുന്നുണ്ട്? എവല്യൂഷൻ ഉണ്ടാവുന്നുണ്ട്, ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്, അലീലിക് ഫ്രീക്വൻസീസ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, പുതിയ അലീൽസ് ഉണ്ടാവുന്നുണ്ട്. ജസ്റ്റ് നോട്ട് ചെയ്യണേ. ഓക്കെ, അതിൽ ഫസ്റ്റ് നമ്മൾ എന്താണ് ജീൻ മൈഗ്രേഷൻ അല്ലെങ്കിൽ ജീൻ ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെലക്ഷൻ ഓഫ് പോപ്പുലേഷൻ എന്ത് ചെയ്യാം? ഒരു പോപ്പുലേഷനിൽ നിന്ന് വേറൊരു പോപ്പുലേഷനിലേക്ക് പോവുകയാണെങ്കിൽ അതിനെയാണ് എന്ത് ജീൻ മൈഗ്രേഷൻ അല്ലെങ്കിൽ ജീൻ ഫ്ലോ എന്ന് പറയുന്നത്. ഒരു പോപ്പുലേഷനിൽ നിന്ന് വേറൊരു പോപ്പുലേഷനിലേക്ക് എന്ത് ചെയ്യാണ്? ജീൻസ് അല്ലെങ്കിൽ അലീൽസ്, ആൾക്കാർ പോപ്പുലേഷനിൽ പോകുമെന്ന് പറയുമ്പോൾ എന്താണ്? അവരുടെ ജീൻസ് അലീൽസ് ഒക്കെ പോവാണ്. അതിനെയാണ് എന്ത് പറയുന്നത്? ജീൻ മൈഗ്രേഷൻ അല്ലെങ്കിൽ ജീൻ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പം ആ പുതിയ പോപ്പുലേഷൻ എന്തായിരിക്കും? 2 പോപ്പുലേഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോപ്പുലേഷൻ ഉണ്ട്. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും? ഇവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് പേര് മൈഗ്രേറ്റ് ചെയ്യുന്ന പറയുമ്പോൾ ഇവരുടെ ഈ ജീനും അലീൽസും ഒക്കെ എന്ത് ചെയ്തു? ഈ പോപ്പുലേഷനിലേക്ക് എന്ത് ചെയ്തു? മൈഗ്രേറ്റ് ചെയ്തു. അപ്പം ഈ അലീൽസും ഈ ജീൻസും എന്ത് ചെയ്യും? ഈ പോപ്പുലേഷനിലേക്ക് ആഡ് ചെയ്യുകയും നമ്മുടെ ഈ ഒരു പോപ്പുലേഷനിൽ എന്ത് ചെയ്യും? അത് കുറയുകയും ചെയ്യും. അത് ഇവിടുന്ന് കുറയുകയും ചെയ്യും, ഇവിടേക്ക് അതിനെ ആഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഇതിനെയാണ് എന്ത് പറയുന്നത്? ഒരു ജീൻ ഫ്ലോ എന്ന് പറയുന്നത്. ജീനിന്റെ ഒരു ഫ്ലോ നടക്കും അല്ലെങ്കിൽ മൈഗ്രേഷൻ നടക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
എന്തെങ്കിലും ഒരു ചാൻസ് ബൈ ചാൻസ് എന്ത് നടക്കുക, ഈ ഒരു ജീൻ ഫ്രീക്വൻസിയിൽ ഒരു ഡിഫറൻസ് വരാം. കുറെ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്ത് പറ്റി, എന്തെങ്കിലും ഒന്നില് ഈ ഭാഗം അങ്ങോട്ട് എന്തെങ്കിലും അസുഖം വന്നതായി പോവുക, അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും പോവുക, അങ്ങനെ എന്തെങ്കിലും ഒക്കെ വരിക. അങ്ങനെ വരുമ്പം എന്താണ്, ആ ഒരു ഒറിജിനൽ ആയിട്ടുണ്ടായിരുന്ന പോപ്പുലേഷനിൽ നിന്ന് എന്തുണ്ടായി, ഒരു മാറ്റം ഉണ്ടായി. എന്തായി, ഒരു ബൈ ചാൻസ് എന്ത് ചെയ്തു, ആ ഒരു പോപ്പുലേഷനിൽ നിന്ന് ജീൻ ഫ്രീക്വൻസി മാറി. ജീനിന്റെ ഫ്രീക്വൻസി മാറുന്നതാണ് എന്ത്, ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ബൈ ചാൻസ് അവരുടെ ജീനിന്റെ ഫ്രീക്വൻസി മാറുന്നത്. ആ ഒരു ജനറ്റിക് ഡ്രിഫ്റ്റിന്റെ അതിൽ നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ ഫൗണ്ടർ എഫക്റ്റ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാല്, ഇപ്പം ഈ ഒരു കുറെ പോപ്പുലേഷൻ ഉണ്ടായിരുന്നു, അതില് എങ്ങനെയോ എന്ത് പറ്റി, കുറെ അതിന്റെ ഫ്രീക്വൻസി അങ്ങ് മാറി. എന്ത് പറ്റി, അസുഖം അങ്ങനെയൊക്കെ വന്നു, ഫ്രീക്വൻസി മാറി, കുറച്ച് പേര് മാത്രമേ എന്തുണ്ടായുള്ളൂ, സർവൈവ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഇത്രയും പേര് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും ജീനിന്റെ എന്താണ്, ജീനോ അല്ലെങ്കിൽ അലീസോ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, അവിടെ ഒറിജിനൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് കുറെ പേരുണ്ടായിരുന്നു. ഇത്രയും പേരുണ്ടായിരുന്നു, പക്ഷെ അവിടെ എന്ത് പറ്റി, അവിടെ അപ്പം ഈ അരിയിൽ എന്തുണ്ടായിരുന്ന ആള് പറഞ്ഞിട്ട് അത്രയും ഫ്രീക്വൻസി ഉണ്ടായി. ഇതും അതുപോലെ തന്നെ, ഇത് 5 എന്ന് പറഞ്ഞിട്ട് അവർക്ക് അത്രയും ഫ്രീക്വൻസി ഉണ്ട്, ഇത് 5 എന്ന് പറഞ്ഞിട്ട് അവർക്ക് അത്രയും ഫ്രീക്വൻസി ഉണ്ട്. അപ്പൊ ഇത് 2 5 എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രീക്വൻസി ഉണ്ട്, ഇത് 4 എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രീക്വൻസി, ആ ഒരു ഫ്രീക്വൻസിയിലാണ് കാണുന്നതെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് ഇതിൽ വന്നു. ചേഞ്ച് വന്നിട്ട് എന്തുണ്ടായി, ആ ഒറിജിനലിൽ നിന്ന് അതിന്റെ ഫ്രീക്വൻസി പെട്ടെന്ന് അങ്ങോട്ട് മാറി. ആ ഒരു ജനറ്റിക് ഡ്രിഫ്റ്റ് വന്നു, അതിലുണ്ടായിരുന്ന ജീനിന്റെ ഫ്രീക്വൻസി അങ്ങോട്ട് മാറി. ഇത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്നാണ്, ഇവരാണ് പിന്നെ ഫൗണ്ടേഴ്സ്. ഇവരാണ് എന്ത്, പിന്നെ അടുത്ത ജനറേഷൻ ഒക്കെ ഉണ്ടാവുന്നത് ആരിൽ നിന്നാണ്, ഇവരിൽ നിന്ന് മാത്രമാണ് അടുത്ത ജനറേഷൻ ഉണ്ടാകുന്നത്. അപ്പൊ ഇവരാണ് എന്ത്, ഫൗണ്ടർ മെമ്പേഴ്സ് എന്ന് പറയുന്നത്, ഫൗണ്ടേഴ്സ്. അപ്പം ഇനി അടുത്ത ജനറേഷൻ ഉണ്ടാവുമ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് കാണുന്ന അലീൽസ് അല്ലെങ്കിൽ ജീൻ ഏതായിരിക്കും, ഈ റെഡ് ആയിരിക്കും. റെഡ് ആയിരുന്നില്ല മുമ്പ് കണ്ടിരുന്നത്, അല്ലെ? റെഡ് ആയിരുന്നില്ല മുമ്പ് കണ്ടിരുന്നത്. പിന്നെ ഇനി ഉണ്ടാവുമ്പം ഏതായിരിക്കും കാണുക, ഈ റെഡ് ആയിരിക്കും കൂടുതൽ കാണുക. അടുത്ത ജനറേഷൻ ഒക്കെ എടുത്ത് നോക്കുമ്പോ നമ്മള് റെഡ് ആയിരിക്കും കൂടുതൽ കാണുക. ഗ്രീൻ നോക്കുമ്പോ യെല്ലോ ആയിരിക്കും ഏറ്റവും കുറവുണ്ടാവുന്നത്, അല്ലെ? അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഫ്രീക്വൻസി വരുന്നത്. പക്ഷെ നമ്മൾ ഫസ്റ്റ് നോക്കിയപ്പോ എങ്ങനെയായിരുന്നു, ജീൻ ഫ്രീക്വൻസി ഈ ഒരു ഗ്രീൻ അല്ലെങ്കിൽ യെല്ലോയിലായിരുന്നു എന്തുണ്ടായിരുന്നത്, കൂടുതൽ ഉണ്ടായിരുന്നത്, ഒരു റെഡ് കുറവായിരുന്നു. പക്ഷെ ഈ ജനറ്റിക് ഡ്രിഫ്റ്റ് വന്നു, അതിനുശേഷം ഉണ്ടായിരുന്ന ഫൗണ്ടേഴ്സിൽ ഏതായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്, ഈ ഒരു റെഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പോകെ പോകെ ആ ജനറേഷൻ, അടുത്ത ജനറേഷൻ വരുമ്പോൾ ഈ റെഡിനായിരിക്കും പിന്നീട് ഉണ്ടാവുന്ന പോപ്പുലേഷനിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ആ ഒരു ഇതിൽ ഉണ്ടാവുന്നത്. ഓക്കെ, അതാണ് എന്ത് പറയുന്നത്, ഫൗണ്ടർ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ പറയുന്നത്. പിന്നെ ഇതിൽ പറയാനുള്ളത് എന്താണ്, നമ്മുടെ ഓരോ എറാസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ ഏതാണ്, ആർക്കിയോസോയിക് വരെയാണ്. ആർക്കിയോസോയിക് എന്ന് പറയുന്നത് എപ്പോഴാണ്, ഒരു 4600 മുമ്പ്. ഓക്കെ, അത്രയും മുമ്പ് എന്നാണ് എർത്തിന്റെ ക്രസ്റ്റിന്റെ ഒക്കെ ഫോർമേഷൻ ആണ് നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉള്ളത് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രോട്രോസോയിക് എന്ന് പറയുന്നത് ഏർലി ലൈഫിന്റെ ഇതാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ആർക്കിയോസോയിക്കും പ്രോട്രോസോയിക്കുമായിട്ട് രണ്ടും കൂടി നമ്മള് പ്രീ കാംബ്രിയൻ എന്നാണ് പറയുക, പ്രീ കാംബ്രിയൻ പീരീഡ്. ഓക്കെ, അതിന് രണ്ടിനെയും കൂടി നമ്മള് പ്രീ കാംബ്രിയൻ പീരീഡ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രോട്രോസോയിക് എന്ന് പറയുമ്പോൾ 3800 അത്രയും മുമ്പ്
അപ്പൊ അവിടെ എന്താണ് നമ്മളുള്ളത്? ബയോമോളിക്യൂൾസിന്റെ ഒറിജിൻ നടന്നിട്ടുള്ളത്. ബയോമോളിക്യൂൾസിന്റെ ഒറിജിൻ നടന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് ഒരു 2003 ആ ഒരു സമയത്ത് വിദ്യാലയം തന്നെയാണ് പിന്നീട് വരുന്നത്. എന്താണ് അക്വാട്ടിക് ക്ലോറോഫൈറ്റ്സ് ഉണ്ടായി. എന്താണ് അവരുടെ പ്രത്യേകത? എന്താണ് O2 റിലീസ് ചെയ്യുന്നു. അതായത് പ്രത്യേകതയാണ്. അക്വാട്ടിക് ക്ലോറോഫൈറ്റ്സ് ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഏതാണ്? പാലിയോസോയിക് എറയാണ്. പാലിയോസോയിക് എറയാണല്ല, അതൊരു പാലിയോസോയിക് എറയിൽ തന്നെ ഫസ്റ്റ് വരുന്നത് ഏത് പീരീഡ് ആണ്? ക്യാംബ്രിയൻ പീരീഡ് ആണ്. ക്യാംബ്രിയൻ പീരീഡ് എന്ന് പറയുമ്പോൾ 570 അത്രയും മുമ്പാണ്. അവിടെ എന്താണ് നടക്കുന്നത്? മൾട്ടി സെല്ലുലാർ ലൈഫ് ഫോംസിന്റെ ഒറിജിൻ ആണ്. പിന്നെ എന്താ മറൈൻ ഇൻവേർട്ടിബ്രേറ്റ്സിന്റെ ഇതിന്റെയൊക്കെ ഒറിജിൻ ആണ്. പിന്നെ ഏർലിയസ്റ്റ് ആയിട്ടുള്ള ബ്രയോഫൈറ്റ്സ് അതിന്റെയൊക്കെ. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഓട്ടോഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് 500 ദശലക്ഷം വർഷങ്ങൾ, ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ്. അതിലെന്തായി? ക്രൈമിയ, പിന്നെ അതുപോലെയുള്ള കുറെ സ്പൊറാൻജിയ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്തുണ്ടായി. പിന്നെന്താ സൈലൂരിയൻ എന്ന് പറഞ്ഞിട്ടുള്ള പീരീഡ് 450. അതിലാണ് എന്ത് ജോലസ് ഫിഷസ്, ഡൈവേഴ്സിറ്റി ഓഫ് ജോലസ് ഫിഷസിനെ നമ്മള് എവിടെയാണ്? ആ ഒരു സൈലൂറിയൻ എന്ന് പറഞ്ഞിട്ടുള്ള പാലിയോസോയിക് എറയില് സൈലൂറിയൻ പീരീഡില് ആണ് കാണുന്നത്. ഈ പാലിയോസോയിക് എറ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട എന്താണെന്ന് വെച്ചാല് അതെന്താണ്? ആംഫിബിയൻസിന്റെയും ബ്രയോഫൈറ്റ്സിന്റെയും ഏജ് ആണ്. ഏജ് ഓഫ് ആംഫിബിയൻസും ബ്രയോഫൈറ്റ്സും ആണ് ആ സമയത്ത് നല്ലോണം മുന്നിട്ട് നിന്ന് അത്രയും അവര് പ്രോലിഫറേറ്റ് ചെയ്ത് നിന്നിരുന്ന ഒരു ഏജ് ആണ് എന്ത്? പാലിയോസോയിക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ഡിവോണിയൻ ആണ്. ഡിവോണിയൻ എന്ന് പറയുമ്പോൾ ആംഫിബിയൻസിന്റെ ഒറിജിൻ ആണ് അപ്പൊ നടക്കുന്നത്. ഓക്കെ, ആംഫിബിയൻസിന്റെ ഒറിജിൻ ആണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് കാർബോണിഫറസ് ആണ്. കാർബോണിഫറസിൽ എന്താണ്? ഒറിജിൻ ഓഫ് റെപ്റ്റൈൽസിന്റെ ഒറിജിൻ നടന്നു. ആ റെപ്റ്റൈൽസ് ഷെൽഡ് എഗ്സ് ആയിരുന്നു അവർ ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒറിജിൻ ഓഫ് റെപ്റ്റൈൽസ്. ഓക്കെ, പിന്നെന്താ? പെർമിയൻ പീരീഡില് എന്താണ്? റെപ്റ്റൈൽസിന്റെ അഡാപ്റ്റീവ് റേഡിയേഷൻ നടന്നു. അതിൽ കുറച്ചുപേര് എന്തായി? ഫിഷ്, ഇക്തിയോസോറസ് പോലെയുള്ള ഫിഷസ് ആയിട്ട് മാറി. പിന്നെന്താണ്? ഇന്നത്തെ ടേർട്ടിൽസ് പോലുള്ള അവരുടെ എന്താണ് ആ ഒരു അവരുടെ ആൻസെസ്റ്റേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരിൽ നിന്ന് അവരുടെ ഡിസെൻഡൻസ് ആയിട്ട് വന്നവരാണ് എന്ത്? ഇന്നത്തെ ടേർട്ടിൽസ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ടേർട്ടിൽ മാത്രമല്ല, ലിസാർഡ്സ്, ടോട്ടോസ്, ക്രോക്കഡൈൽസ്, ഇവരൊക്കെ എന്താണ്? ഈ പണ്ടുണ്ടായിരുന്ന ആ ഒരു റെപ്റ്റൈൽസ് ഇവോൾവ് ചെയ്ത് ഫിഷ് ലൈക്ക് ആയിട്ടുണ്ടായിരുന്ന അവരുടെ ഡിസെൻഡൻസ് ആണ് ഇന്ന് കാണുന്ന ആരൊക്കെ? ഈ റെപ്റ്റൈൽസ് ഒക്കെ. അത് അവര് ഇവോൾവ് ചെയ്തത് എപ്പോഴാണ്? പെർമിയൻ പീരീഡിലാണ്. അത് ഏത് എറയിലാണ്? പാലിയോസോയിക് എറയിലാണ്. ഇനിയുള്ളത് ഏതാണ്? അടുത്തത് മീസോസോയിക് എറയാണ്. മീസോസോയിക് എറയൊക്കെ ആവുമ്പോഴത്തേക്ക് റെപ്റ്റൈൽസ് ഭയങ്കരമായിട്ട് ലാർജ് ആയി അവർ അഡ്വാൻസ്ഡ് ഇതൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഏജ് ആണ് എന്ത്? മീസോസോയിക് എന്ന് പറയുന്നത്. മീസോസോയിക് എറ ആരുടെയാണ്? ശരിക്കും ആരുടെ ഗോൾഡൻ പീരീഡ് ആണ്? അവര് വാഴുന്ന കാലമായിരുന്നു. അവര് റെപ്റ്റൈൽസും ജിംനോസ്പേംസും ഒക്കെ ഭയങ്കരമായിട്ട് അവരുടെ ഗോൾഡൻ പീരീഡ് ആയിരുന്നു മീസോസോയിക് എന്ന് പറയുന്നത്. അതിൽ തന്നെ ട്രയാസിക്, ജുറാസിക്, ക്രസ്റ്റേഷ്യസ് എന്ന് പറഞ്ഞിട്ടുള്ള 3 ഇത് നമുക്ക് കാണാൻ പറ്റും. അപ്പം ട്രയാസിക്കിലാണ് നമ്മുടെ ഡൈനോസേഴ്സ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ജുറാസിക് പീരീഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ജുറാസിക് പീരീഡിലാണ് എന്ത്? ഏറ്റവും കൂടുതൽ ആ ഒരു ഡൈനോസേഴ്സിന്റെ ആ ഒരു ഇത് ഇതാക്കിയിട്ടുണ്ടായിരുന്നത്. ഡൈനോസേഴ്സ് വലിയ ഇതായിട്ട് മാറുകയും പിന്നെ മാമൽ-ലൈക്ക് ആയിട്ടുള്ള റെപ്റ്റൈൽസിന്റെ ഒക്കെ എക്സ്റ്റിങ്ഷൻ നടക്കുകയും ടൂത്ത് ബേർഡ്സ്, ആർക്കിയോപ്റ്ററിക്സ് ഒക്കെ അല്ലേ? ആർക്കിയോപ്റ്ററിക്സ് ഒക്കെ ഇല്ലാണ്ടായി പോകുന്നത് എവിടെയാണ്? ഈ ഒരു ജുറാസിക് പീരീഡിലാണ്. ഓക്കെ,
നെക്സ്റ്റ് ഇതിലാണ് മോഡേൺ ബേർഡ്സും പ്ലാസിഡൽ മാമൽസും ഇവരൊക്കെ എവിടെയാണ് ക്രസ്റ്റേഷ്യസ് പീരീഡിലാണ് ഉണ്ടായിട്ടുള്ളത് അവര് ഇതാക്കിയിട്ടുള്ളത്. അതൊക്കെ എവിടെയാണ് മീസോസോയിക് എറയിലാണ് മോഡേൺ ഡേ ബേർഡ്സും പ്ലാസിഡൽ മാമൽസിന്റെ ഒക്കെ നടക്കുന്നത് റൈസ് നടക്കുന്നത്. പിന്നുള്ളത് എന്താണ് സീനോസോയിക് എറയാണ്. സീനോസോയിക് എറയിലാണ് എന്ത് അതാണ് ഗോൾഡൻ ഏജ് ഓഫ് മാമൽസ് അല്ലെങ്കിൽ ആൻജിയോസ്പേം. മാമൽസ് അല്ലെങ്കിൽ ആൻജിയോസ്പേമിന്റെ ഗോൾഡൻ എറ എന്ന് പറയുന്നത് സീനോസോയിക് എറയാണ്. അതിൽ നമുക്ക് ടേർഷ്യറി ക്വാട്ടർണറി എന്ന് പറഞ്ഞിട്ട് പീരീഡ്സ് ആക്കി നടക്കാൻ പറ്റും. അതിൽ തന്നെ എന്താണ് പാലിയോസീൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഇതിലാണ് എന്ത് ഡൈനോസേഴ്സ് ഡിസപ്പിയർ ചെയ്യുന്നത്. ഡൈനോസേഴ്സ് ഡിസപ്പിയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ക്ലൈമറ്റിക് ചേഞ്ചോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് അവര് ഇല്ലാണ്ടായി പോകുന്നത് എവിടെയാണ് സീനോസോയിക് എറയില് ടേർഷ്യറി ആയിട്ടുള്ള പീരീഡില് എന്താ പാലിയോസിൻ എന്ന് പറഞ്ഞിട്ടുള്ള എപ്പോക്കില് ആണ്. പിന്നെ യോസീൻ എന്ന് പറഞ്ഞിട്ട് എന്താണ് അഡാപ്റ്റീവ് റേഡിയേഷൻ ഓഫ് മാമൽസ് നടക്കുന്നത് യോസീനിലാണ്. പിന്നെ സ്മോൾ സൈസ്ഡ് ആയിട്ടുള്ള റെപ്റ്റൈൽസിന്റെ ഒക്കെ റൈസും അവിടെ തന്നെയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് എന്താണ് ഓരോ ഇപ്പൊ ഇങ്ങനെ കഴിയുമ്പോഴും എന്താവും നമ്മുടെ കൂടുതൽ ഇവോൾവ് ചെയ്തിട്ടുള്ള ആനിമൽസ് ഇതിലൊക്കെ അത് വരും. റൈസ് ഓഫ് ഫസ്റ്റ് മങ്കി എവിടെയാണ് വരുന്നത് ഒളിഗോസീനിലാണ്. പിന്നെ ഫസ്റ്റ് മാൻലൈക്ക് കേപ്സ് ഫോം ചെയ്തത് മയോസീനിലാണ്. പിന്നെ എമർജൻസ് ഓഫ് മാൻ നമ്മുടെ മോഡേൺ ഡേ ആ ഒരു മാൻ ആവുന്ന ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് തുടങ്ങിയത് എവിടെ നിന്നാണ് എപ്പോക്കിൽ ആണ് തുടങ്ങിയത്. പിന്നെ ഗ്രേറ്റ് മാമൽസ് ഒക്കെ എക്സ്റ്റിങ്ഷൻ വന്ന് തുടങ്ങിയത് എപ്പോഴാണ് പ്ലേസ്റ്റോസീനിലാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന എപ്പോക്കാണ് എന്ത് നമ്മുടെ ഹോളോസീൻ എന്ന് പറയുന്ന ഏറ്റവും റീസെന്റ് ആയിട്ടുള്ളതാണ്. അതിലാണ് എന്ത് മോഡേൺ ഡേ മാനും മാമൽസും ബേർഡ്സും റെപ്റ്റൈൽസും ഫിഷസും ഇൻസെക്റ്റും അവരൊക്കെ ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത് കാണപ്പെടുന്നത്. ഇതാണ് ഏറ്റവും ഹോളോസീൻ എന്ന് പറയുന്നതാണ് എന്ത് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ളത്. അവിടെയാണ് നമ്മൾ മാമൽസും മോഡേൺ ഡേ മാനും ഇവരൊക്കെ ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ആയിട്ട് കാണപ്പെടുന്നത്. ഇനി ഒറിജിനൽ എവല്യൂഷൻ ഓഫ് മാൻ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു 0.75 അല്ലെങ്കിൽ 0.1 ആ ഒരു ഇതിലാണ് അത്രയും ഇതിലാണ് നമ്മുടെ ഹോമോസാപ്പിയൻസ് എന്തുണ്ടായിട്ടുള്ളത് ഫോം ചെയ്ത് വന്നിട്ടുള്ളത് അല്ലെ. അത് എവിടെ നിന്നാണ് ആ ഒരു എവല്യൂഷൻ തുടങ്ങി വന്നിട്ടുള്ളത്? എവല്യൂഷൻ തുടങ്ങി വന്നിട്ടുള്ളത് നമ്മുടെ ഡ്രയോപിത്തേക്കസ് ആൻഡ് രാമാപിത്തേക്കസ് ഒക്കെ ഉള്ള ആ ഒരു ഇതിൽ നിന്നാണ് തുടങ്ങി വന്നിട്ടുള്ളത് അല്ലെ. അപ്പം അത് എപ്പോഴായിരുന്നു? അത് ഒരുപാട് മില്യൺ ഇയേഴ്സ് എഗോ ആണ് അല്ലെ. 15 മില്യൺ ഇയേഴ്സ് എഗോ ആണ്. ആരൊക്കെയായിരുന്നു? ട്രയോപിത്തേക്കസും രാമാപിത്തേക്കസും ഒക്കെ ഉണ്ടായിരുന്നത്. അവരെന്തായിരുന്നു ഹെയറി ആയിട്ടുള്ള ഗൊറില്ലാസ് ചിമ്പാൻസി അതുപോലെയൊക്കെ നടക്കുന്ന അല്ലെ ഗൊറില്ല ചിമ്പാൻസി അവരെ പോലെയൊക്കെ നടക്കുന്ന ഹെയറി ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ആര് ഈ ട്രയോപിത്തേക്കസും രാമാപിത്തേക്കസും ഒക്കെ. ഓക്കെ. പിന്നെ ഒരു 3-4 മില്യൺ ഇയേഴ്സ് എഗോ എന്തായി മാൻ ലൈക്ക് ആയിട്ടുള്ള പ്രൈമേറ്റ്സ് ആയിട്ട് മാറി. അപ്പം ഒരു 4 ഫീറ്റ് അത്രയും ഹൈറ്റ് ഉള്ളവര്. പിന്നെ എന്താണ് മെയിൻ ആയിട്ടുള്ള വന്ന മാറ്റം എന്ന് പറഞ്ഞാല് നമ്മുടെ ഗൊറില്ലാസ് ചിമ്പാൻസി പോലെയല്ല അപ്രൈറ്റ് ആയിട്ട് നമ്മളിപ്പോ നടക്കുന്ന ആ ഒരു രീതിയിൽ നടക്കാൻ അവർ തുടങ്ങിയത് എപ്പോഴാണ്? ഒരു 4 മില്യൺ ഇയേഴ്സ് എഗോ ആണ്. പിന്നെ ഒരു 2 മില്യൺ ഇയേഴ്സ് എഗോ ആണ് ആര് ആയിട്ടുള്ളത്? ആസ്ട്രലോപിത്തേഷ്യൻസ്. ആസ്ട്രലോപിത്തേക്കസ് അല്ലെങ്കിൽ ആസ്ട്രലോപിത്തേഷ്യൻസ് എന്ന് പറയുന്ന ആൾക്കാർ ആരാണ്? അവര് വെപ്പൺസ് ഹണ്ട് ചെയ്യാനും വെപ്പൺസിനെ ഇതാക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട് ഒക്കെ കഴിക്കുന്ന ആൾക്കാരായിരുന്നു. ഫ്രൂട്ട് ഒക്കെ കഴിക്കാനുണ്ടായിരുന്നു. അവര് ഹണ്ടേഴ്സ് ആയിരുന്നു. വെപ്പൺസ് ഉണ്ടാക്കാനൊക്കെ അറിയുന്ന ആസ്ട്രലോപിത്തേക്കസ് എപ്പോഴാണ്? 2 മില്യൺ ഇയേഴ്സ് എഗോ ആണ് കണ്ടിരുന്നത്. ആ ഏകദേശം അതേ സമയം തന്നെയാണ് ആരെയും കാണുന്നത്? ഹോമോ ഹാബിലിസിനെ കാണുന്നത്. ഹോമോ ഹാബിലിസിന് അവരുടെ ബ്രെയിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 650 to 800 cc ആണ് എന്ത് അവരുടെ ബ്രെയിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി എത്രയാണെന്ന് നോക്കുക, അവരുടെ നോക്കുക. അപ്പം എന്ത് മനസ്സിലാവും?
അവർക്ക് കുറച്ചുകൂടി എന്താണ് ബ്രെയിൻ കപ്പാസിറ്റി ഒക്കെ നമ്മുടെ അത്രയൊന്നും ഡെവലപ്ഡ് ആയിട്ടൊന്നുമില്ല. എന്നാലും എന്തുണ്ട് കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് 1.5 മില്യൺ ഇയേഴ്സ് ഒക്കെ ആണ് ആരായിട്ട് കാണുന്നത്, ഇവിടെ ഹോമോ ഇറക്ടസിനെ കാണുന്നത്. ഹോമോ ഇറക്ടസ് എന്ന് പറയുമ്പോൾ അവർ കുറച്ചുകൂടി ബുദ്ധി വളർച്ച അതൊക്കെ ഉണ്ടായിട്ടുള്ള ആൾക്കാരാണ്. ഒരു 900 cc ആണ് അവരുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അവർ മീറ്റ് ഒക്കെ ഈറ്റ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ഓക്കെ, പിന്നെ ഒരു 0.4 to 1 മില്യൺ ഇയേഴ്സ് എഗോ, 1 മില്യൺ അല്ലെങ്കിൽ 0.4 അതിന്റെ ഇടയിൽ കണ്ടിരുന്ന ആൾക്കാരാണ് ഈ ഒരു ഹോമോ നിയാണ്ടർതാലൻസും അല്ലെങ്കിൽ നിയാണ്ടർതാൽ മാൻ എന്ന് പറയുന്ന ഹോമോ നിയാണ്ടർതാലൻസസ് ആ ഒരു ആൻസസ്റ്ററിനെ എപ്പോഴാണ് കണ്ടിരുന്നത്? 0.4 to 1 മില്യൺ ഇയേഴ്സ് എഗോ ആണ് അവരെ കണ്ടിരുന്നത്. അവർക്ക് കുറച്ചുകൂടി എന്താണ് ഡെവലപ്ഡ് ആയിട്ടുള്ള ബ്രെയിൻ ഉണ്ടായിരുന്നു. ബ്രെയിൻ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 1400 അത്രയും CC ബ്രെയിൻ കപ്പാസിറ്റി ഉണ്ടായിരുന്നു. പിന്നെന്താ അവരുടെ ബോഡി അവര് പ്രൊട്ടക്ട് ചെയ്തിരുന്നു. പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഒക്കെ വെച്ചിട്ട് വസ്ത്രആഹാരത്തിലൊക്കെ വെച്ചിട്ട് അവരെന്ത് ചെയ്തിരുന്നു, ബോഡീനെ പ്രൊട്ടക്ട് ചെയ്തിരുന്നു. പിന്നെ ഡെഡ് ബോഡീസ് ഒക്കെ ബ്യൂറി ചെയ്യാന്ന് വെച്ചാൽ കുഴിച്ചിടാനൊക്കെ അവർ തുടങ്ങിയത്. ചിലത് മാത്രമല്ല, ഡെഡ് ബോഡീനെ എന്തായാലും ബ്യൂറി ചെയ്യാൻ തുടങ്ങിയത് ആരാണ്? ഒരു അവര് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോമോ നിയാണ്ടർതാലൻസസ്. അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു 1 മില്യൺ ഇയേഴ്സ് എഗോ അല്ലെങ്കിൽ ഒരു 0.75 ഇയേഴ്സ് എഗോ ആ ഒരു ഇതിലാണ് നമ്മൾ ആരെ കാണുന്നത്? ഹോമോ സാപ്പിയൻസ് അപ്പിയർ ചെയ്തു. ഹോമോ സാപ്പിയൻസിനെ കാണുന്നത് അവരുടെ നമ്മുടെ ഈ മോഡേൺ മാൻ എന്ന് പറയുന്നത്. അപ്പം അവരുടെ ബ്രെയിൻ കപ്പാസിറ്റി എത്രയാണ്? മോഡേൺ മാൻ എന്ന് പറയുന്നത് ആക്ച്വലി ഹോമോ സാപ്പിയൻസിന് ആ ഒരു സ്പീഷീസിൽ നിന്ന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. മോഡേൺ മാൻ എന്ന് പറയുമ്പോൾ ഹോമോ സാപ്പിയൻസ് എന്നാണ് പറയുന്നത്. ഈ ഹോമോ സാപ്പിയൻസ് അപ്പിയർ ചെയ്തിട്ടുള്ളത് എപ്പോഴാണ്? 1 മില്യൺ ഇയേഴ്സ് എഗോ ടു ഒരു 0.75 മില്യൺ ഇയേഴ്സ് എഗോ ആ ഒരു ടൈമിലാണ് അവരെ ഫസ്റ്റ് ആയിട്ട് കണ്ടു തുടങ്ങിയിട്ടുള്ളത്. അവർക്ക് എന്താണ് ഹൈ ആയിട്ടുള്ള ബ്രെയിൻ കപ്പാസിറ്റി, അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ബ്രെയിനും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതാണെന്ത് ഹ്യൂമൻ എവല്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എവല്യൂഷൻ ഓഫ് മാൻ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകുന്നതിന്റെ കൂടെ ഇതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. ജസ്റ്റ് ഒരു 1 മിനിറ്റ് കേട്ടോ. ചാപ്റ്ററിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആണ്. Which of the following is regarded as the direct ancestor of modern man? മോഡേൺ മാനിന്റെ ഡയറക്റ്റ് ആൻസസ്റ്റർ ആയിട്ട് ഈ തന്നിട്ടുള്ളതിൽ ഏതാണ് നിങ്ങൾ കരുതുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഡയറക്റ്റ് ആൻസസ്റ്റർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നമ്മുടെ മോഡേൺ മാനുമായിട്ട് അടുത്തിട്ടുള്ളത് ആരാണ്? ആരെങ്കിലും ഒന്ന് പറയാവോ? കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ഇതിൽ ആരാണ് അപ്പം കുറച്ചുകൂടി മോഡേൺ മാനുമായിട്ട് അവരുടെ ഡയറക്റ്റ് ആൻസസ്റ്റർ ആയിട്ട് പറയാൻ പറ്റുന്നത്? ഹോമോ ഇറക്ടസ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാല്, ഡാർവിൻ ആൻഡ് വാലസ് പ്രപ്പോസ്ഡ് വിച്ച് ഓർഗാനിക് എവല്യൂഷൻ സീക്വൻസ്? ഡാർവിനും വാലസും ആൽഫ്രഡ് റസൽ വാലസും എന്തൊക്കെ
പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏത് ഓർഗാനിക് എവല്യൂഷനെയാണ് അവർ പ്രപ്പോസ് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഏതായിരിക്കും? വാരിയേഷൻ, നാച്ചുറൽ സെലക്ഷൻ, ഓവർ പ്രൊഡക്ഷൻ, കോൺസ്റ്റൻസി ഓഫ് പോപ്പുലേഷൻ സൈസ്. ആ ഒരു ഓർഡറിലാണ് തന്നിട്ടുള്ളത്. അപ്പം ഓവർ പ്രൊഡക്ഷൻ, വാരിയേഷൻ, കോൺസ്റ്റൻസി ഓഫ് പോപ്പുലേഷൻ, നാച്ചുറൽ സെലക്ഷൻ അങ്ങനെയാണ് വരുന്നത്. അല്ലെങ്കിൽ വാരിയേഷൻ, ഓവർ പ്രൊഡക്ഷൻ, കോൺസ്റ്റൻസി ഓഫ് പോപ്പുലേഷൻ സൈസ്, നാച്ചുറൽ സെലക്ഷൻ. ഓവർ പ്രൊഡക്ഷൻ, കോൺസ്റ്റൻസി ഓഫ് പോപ്പുലേഷൻ സൈസ്, വാരിയേഷൻ, നാച്ചുറൽ സെലക്ഷൻ. Variation over production. എന്താണ്? Options. കുറച്ചുകൂടെ ഒന്ന് വെച്ചിട്ട് പറയാമോ? ഒന്നുമില്ല. ഓക്കെ, അപ്പൊ Option C. ഓപ്ഷൻ സി ആണ്. ഇൻഡസ്ട്രിയൽ മെലാനിസം ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. എന്തിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ മെലാനിസം പറയുന്നത്? Option C. ഓപ്ഷൻ സി ആണ്. The homologous organs are those that shows similarities in. Homologous organs similarity കാണിക്കുന്നത് എന്തിലാണ്? Appearance. Function. ഹോമോലോഗസ് ഓർഗൻസ് നമ്മൾ ഏതിലായിരുന്നു പഠിച്ചത്? അനാട്ടമി ആൻഡ് മോർഫോളജിയിലല്ലേ? അനാട്ടമി ആൻഡ് മോർഫോളജിയിൽ. അപ്പൊ ഹോമോലോഗസ് ഓർഗൻസ് എന്തായിരുന്നു? അവരുടെ ഫങ്ഷൻ ഡിഫറെന്റ് ആണ്, പക്ഷെ ഉള്ളിലുള്ള അനാട്ടമി സെയിം ആണ്. അനാട്ടമി സെയിം ആകുമ്പോൾ അവരെല്ലാവരും ഒരു കോമൺ ആൻസെസ്ട്രിൽ നിന്ന് വന്നവരായിരിക്കും. അവരുടെ ഒറിജിൻ ആണ് എന്ത്? സിമിലാരിറ്റി കാണിക്കുന്നത്. അവരൊരു കോമൺ ആൻസെസ്ട്രിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവരുടെ അനാട്ടമിയിലെ ബോണിന്റെ ഇതൊക്കെ സിമിലർ ആയിട്ടുള്ളത്. പക്ഷെ ആ സ്ട്രക്ചേഴ്സ് എന്താണ്? ഡിഫറെന്റ് ഫങ്ഷൻ ആണ് ചെയ്യുന്നത്. ഡിഫറെന്റ് ഫങ്ഷൻ ആണ്, അപ്പിയറൻസും ഡിഫറെന്റ് ആണ്. ഹോമോലോഗസ് ഓർഗൻസ് ആണ് കേട്ടോ. അപ്പം ഒറിജിൻ ആണ് റൈറ്റ് ആൻസർ. ജനറ്റിക് ഡ്രിഫ്റ്റ് ഈസ് എ ചേഞ്ച് ഓഫ്. ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് എന്താണ്? ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ട് ഫ്രീക്വൻസി മാറുന്നതാണ് അല്ലെ? ജീൻ അല്ലെങ്കിൽ അലീൽസ് അതിന്റെ ഫ്രീക്വൻസി മാറുന്നതാണ്. എപ്പോഴാണ് ആ ഫ്രീക്വൻസി മാറുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആദ്യം ഒരു പോപ്പുലേഷൻ ഉണ്ടായിരുന്നു, അവർക്കൊരു എന്ത് വന്നു? എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു. അപ്പം ആ ഒരു ഫ്രീക്വൻസി അവിടുത്തെ എന്താണ്? അവിടെ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാല് അത് അവിടെയുള്ള ഫ്രീക്വൻസി നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ആ ഒറിജിനൽ ഉണ്ടായിരുന്ന ജീൻ ഫ്രീക്വൻസിയിൽ നിന്ന് പിന്നെയുള്ള ജനറേഷൻ ഉണ്ടാവുന്ന ജീൻ ഫ്രീക്വൻസി വ്യത്യാസമാവുന്നുണ്ട് എന്നാണ് നമ്മൾ എന്തിന് ജനറ്റിക് ഡ്രിഫ്റ്റില് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ? ആദ്യം ഉണ്ടാകുന്ന ജീൻ ഫ്രീക്വൻസി ആയിരിക്കില്ല പിന്നെ ഉണ്ടാവുന്ന ഓരോ ജനറേഷനിലും ഉണ്ടാകുന്ന ബാക്കിയുള്ളതിൽ നിന്നുണ്ടാകുന്ന ഫ്രീക്വൻസി ആണ് ഉണ്ടാവുക. ബാക്കിയുള്ള ആ ഒരു ജീൻസിന്റെ അനുസരിച്ചിട്ടാണ് നെക്സ്റ്റ് ജനറേഷനിലൊക്കെ ഫ്രീക്വൻസി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഏതാണ്? ജീൻ ഫ്രീക്വൻസി ഫ്രം വൺ ജനറേഷൻ ടു നെക്സ്റ്റ് മാറിക്കൊണ്ടിരിക്കും. അതാണ് പറഞ്ഞത്. അഡാപ്റ്റീവ് റേഡിയേഷൻ റെഫേഴ്സ് ടു. അഡാപ്റ്റീവ് റേഡിയേഷൻ റെഫേഴ്സ് ടു ഇതിൽ ഏതിനെയാണ്? Adaptations due to geographical isolation ആണ്.
ആണോ? അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡൈവേർജന്റ് എവല്യൂഷൻ ആണ്. അത് രണ്ടിനും ഒരേതാണ് പറയുന്നത്. അഡാപ്റ്റീവ് റേഡിയേഷൻ അല്ലെങ്കിൽ ഡൈവേർജന്റ് എവല്യൂഷൻ. അത് എങ്ങനെയാണ് വരുന്നത്? ഒരു സെയിം ആൻസസ്റ്റർ ഉണ്ടാവും, അവർ ഡിഫറെന്റ് ആയിട്ടുള്ള ഫസ്റ്റ് വൺ ആണ് അഡാപ്റ്റേഷൻ ഡ്യൂ ടു ജിയോഗ്രാഫിക്കൽ ഐസൊലേഷൻ. Evolution of humans is closely related to which of the following features? Option A. Golden age of dinosaurs അല്ലെങ്കിൽ ഏജ് ഓഫ് റെപ്റ്റൈൽസ്. മീസോസോയിക് ആയിരുന്നു കേട്ടോ. റെപ്റ്റൈൽസിന്റെ ഇതൊക്കെ ഏതായിരുന്നു? മീസോസോയിക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഏതാണ്? ഡൈനോസോഴ്സിന്റെ എന്താണ്? മീസോസോയിക് തന്നെയാണ്. നമ്മൾ അനലോഗസ് സ്ട്രക്ചേഴ്സിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ എന്തിനെയാണ് നോക്കുന്നത്? അനലോഗസ് സ്ട്രക്ചേഴ്സിനെയാണ്. അനലോഗസ് സ്ട്രക്ചേഴ്സിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഇതിൽ എന്തിനാണ് നോക്കുന്നതെന്നാ? സിമിലാരിറ്റീസ് ഇൻ അപ്പിയറൻസ് ആൻഡ് ഫങ്ഷൻ ബട്ട് ഡിഫറൻസ് ഇൻ സ്ട്രക്ചർ. Similarities in appearance but differences in function. Similarities in organ structure. Similarities in the cell makeup. ഏതാണ്? ഇതിൽ എ ആണ് കറക്റ്റ് ആയിട്ട് വരിക അല്ലെ? അനലോഗസ് ആയിട്ടുള്ളവരാണ്. അവർക്ക് കാണുമ്പോഴും ഏകദേശം സിമിലാരിറ്റി ഒക്കെ തോന്നും. അതുപോലെ തന്നെ അപ്പിയറൻസും അതുപോലെ തന്നെ അവർ ഒരേ ഫങ്ഷൻ, ഇപ്പൊ ഫ്ലൈയിങ് സ്ക്വിയറലും ഇതൊക്കെ എന്താണ്? ഒരേ ഫങ്ഷൻ ചെയ്യുന്നുണ്ട് അല്ലെ? അല്ലെ? അനലോഗസ് എന്ന് പറയുമ്പോൾ ബേർഡിന്റെ വിങ്സ്, നമ്മുടെ അതുപോലെ തന്നെ ഇൻസെക്ടിന്റെ വിങ്സ്, അതൊക്കെ എടുത്ത് നോക്കുമ്പോൾ എന്താണ്? അപ്പിയറൻസ് ഏകദേശം ഒരുപോലെയാണ്, അതുപോലെ തന്നെ ഫങ്ഷനും ഏകദേശം ഒരുപോലെയാണ്. പക്ഷെ അതിന്റെ സ്ട്രക്ചർ, നമ്മൾ അതിന്റെ ആറ്റം ഇതൊക്കെ സ്ട്രക്ചർ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അത് ഡിഫറെന്റ് ആണ്. നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണ്? ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റേറ്റ് ആണ് അല്ലെ? എന്താണ്? കംപ്ലീറ്റ് ആയിട്ടുള്ള ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ്. ഒരു പേഴ്സന്റെ കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ വെൽബീങ് ആണ് എന്ത്? ഒരു ഹെൽത്തി പേഴ്സൺ എന്ന് പറയുമ്പോൾ അദ്ദേഹം എങ്ങനെയായിരിക്കും? ആ കംപ്ലീറ്റ് ആയിട്ട് ഫിസിക്കലി, മെന്റലി, സോഷ്യലി ഒക്കെ വെൽബീങ് ആയിട്ട് അത്രയും നല്ല സ്റ്റേറ്റിൽ നിൽക്കുന്ന ആളായിരിക്കും അല്ലെ? പിന്നെ ഈ ഒരു എന്താണ് നോർമൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫങ്ഷണൽ സ്റ്റേറ്റ്, ഒരു ഓർഗാനിസത്തിന്റെ നോർമൽ ആയിട്ടുള്ള സ്ട്രക്ചറൽ അല്ലെങ്കിൽ ഫങ്ഷണൽ സ്റ്റേറ്റിൽ വരുന്ന ഹാർംഫുൾ ആയിട്ടുള്ള ഡീവിയേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസീസസ് എന്നൊക്കെ പറയുന്നത് അല്ലെ? എന്താണ്? ഒരു ഓർഗാനിസത്തിന്റെ ഹാർംഫുൾ ആയിട്ടുള്ള ഡീവിയേഷൻ ആണ്. എന്തില്? സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ സ്റ്റേറ്റില്. ജനറലി അത് എന്തിനാണ്? ഒരു സിംറ്റംസും അങ്ങനെ കുറച്ച് സൈൻസും ഒക്കെ ആയിട്ടാണ് വരിക. പിന്നെ ഇഞ്ചുറി ആയിരിക്കില്ല. ഇഞ്ചുറിയിൽ നിന്ന് ആ ഒരു നേച്ചർ അല്ലാണ്ട് സൈൻസും സിംറ്റംസും ഒക്കെ ആയിട്ട് വരുന്ന സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്, ആ ഒരു സ്റ്റേറ്റിൽ ഒരു ഓർഗാനിസത്തിന് ഉണ്ടാവുന്ന ഹാർംഫുൾ ഡീവിയേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസീസസ് എന്ന് പറയുന്നത്. ഡിസീസസ് എന്ന് പറയുന്നത്. ഡിസീസസിനെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഫെക്ഷ്യസ് ഡിസീസസ് എന്ന് പറഞ്ഞിട്ട് കാണാം അല്ലെ? എന്താണ്? ഇൻഫെക്ട് ചെയ്യുന്ന, പകരുന്ന അങ്ങനെയുള്ള ഡിസീസസിനെ നമുക്ക് കാണാം. അപ്പൊ ഇൻഫെക്ഷ്യസ് ഡിസീസസിനെ എടുത്ത് നോക്കുമ്പോൾ അതിൽ എന്തൊക്കെ ഡിസീസസ് ഉണ്ട്? വൈറസ് കോസ് ചെയ്യുന്ന ഡിസീസസ് ഉണ്ട് അല്ലെ? വൈറൽ ഡിസീസസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? കോമൺ കോൾഡ്, HIV, പിന്നെ എന്തുണ്ട്?
വൈറൽ ഡിസീസസ് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് വരാം. പിന്നെ ബാക്ടീരിയൽ ഡിസീസ് ഉണ്ട്. ബാക്ടീരിയൽ ഡിസീസ് ഏതൊക്കെയാണ്? ടൈഫോയിഡ്, ന്യൂമോണിയ, ഡിസെൻട്രി, ഡിഫ്തീരിയ, ഫ്ലാഗ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ബാക്ടീരിയൽ ഡിസീസസ് ആണ്. ഇനി പ്രോട്ടോസോൺ ഡിസീസസ് ഉണ്ട്. മലേറിയ, അമീബിയോസിസ്, ഇതൊക്കെ എന്താണ്? പ്രോട്ടോസോൺ ഡിസീസസ് ആണ്. ഇനി ഫംഗസ് കോസ് ചെയ്യുന്ന ഡിസീസസ് ആണ്. റിംഗ്വർം എന്ന് പറയുന്ന ഡിസീസ് ഫംഗസ് ആണ് ഉണ്ടാക്കുന്നത്. ഇനി ഹെൽമിന്തിക് ഡിസീസസ് ഉണ്ട്. ഹെൽമിന്തിക് ഡിസീസസ്, അത് അസ്കാരിയാസിസ് ആൻഡ് ഫൈലാരിയാസിസ്, ഇതൊക്കെ എന്താണ്? ഹെൽമിന്തിക് ഡിസീസസ് ആണ്. അപ്പൊ നമ്മളിതിനെ ഓരോന്നിനെ എടുത്ത് നോക്കുമ്പോ നമ്മൾ ഫസ്റ്റ് ബാക്ടീരിയൽ ഡിസീസസിനെ പറ്റി പറഞ്ഞു അല്ലെ. ബാക്ടീരിയൽ ഡിസീസ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ടൈഫോയിഡ്, ന്യൂമോണിയ ഒക്കെയാണ്. അപ്പൊ ബാക്ടീരിയൽ ഡിസീസ് ടൈഫോയിഡ് പാത്തജൻ ആരാണ് അത് കോസ് ചെയ്യുന്നത്? സാൽമണല്ല ടൈഫി ആണ്. സാൽമണല്ല ടൈഫി ആണ് ടൈഫോയിഡ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് പകരുന്നത്? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എയർ അല്ലെ. ഇത് വന്നിട്ടുള്ള ആള് അവരുടെ ഇത് എങ്ങനെയെങ്കിലും എയറിൽ ആവുക, അല്ലെങ്കിൽ ഈ സാൽമണല്ല ടൈഫി ആ ഒരു എയറിൽ വന്നിട്ടുള്ളത് വേറൊരാളിലേക്ക് എത്തുക, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എയറിലൂടെ. പിന്നെ രോഗം വന്നിട്ടുള്ള ആൾക്കാർ ഉപയോഗിച്ചിട്ടുള്ള യൂട്ടൻസിൽ അതൊക്കെ ഷെയർ ചെയ്യുന്നതിലൂടെ എന്ത് വരും? ഈ ഒരു ടൈഫോയിഡ് നമുക്ക് വരും. സ്റ്റൊമക് കോൺസ്റ്റിപ്പേഷൻ ഒക്കെയാണ് വരുന്നത്. സ്റ്റൊമക് ഏക്ക് ഇൻഡസ്റ്റൈനിലാണ് അത് പോയി ഇതാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള സ്റ്റൊമക് ഏക്ക് കാണും. കോൺസ്റ്റിപ്പേഷൻ കാണും. വയറ്റിനങ്ങ് പോവാനുള്ള ആ ഒരു കെട്ടിക്കിടക്കുന്ന ആ ഒരു അവസ്ഥ കാണാം. പിന്നെ ഇത് കുറച്ചുകൂടി ഭയങ്കര വലിയ സ്റ്റേറ്റിലാണ് വരുന്നതെങ്കിലോ ഇൻഡസ്റ്റൈനില് പെർഫറേഷൻസ് ഉണ്ടാക്കും. ഇൻഡസ്റ്റൈൻ ഇങ്ങനെ ഓട്ടകളായിട്ട് ഉണ്ടാക്കും. ഓക്കെ, വലിയ രീതിയിൽ വന്നു കഴിഞ്ഞാൽ എന്താവും? ഇൻഡസ്റ്റൈനിൽ പെർഫറേഷൻസ് ഉണ്ടാക്കും. പിന്നെ ഇതിന് ടെസ്റ്റ് ചെയ്യാൻ കഴിയും. ടെസ്റ്റ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യുന്ന ആ ഒരു ടെസ്റ്റ് ഏതാണ്? വൈറൽ ടെസ്റ്റ് ആണ്. പിന്നെ നല്ല ഹൈ ഫീവർ ആണ്, സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഹൈ ഫീവർ ആണ് എന്തിനുണ്ടാവുക? ടൈഫോയിഡിൽ ഉണ്ടാവുക. സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഹൈ ഫീവർ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഉള്ളതാണ് ന്യൂമോണിയ. ന്യൂമോണിയ എന്ന് പറയുന്നത് എന്താ? ആരാണ് കോസ് ചെയ്യുന്നത്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ, അതുപോലെ തന്നെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് പേരാണ് എന്ത് കോസ് ചെയ്യുന്നത്? ന്യൂമോണിയ കോസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് പകരുന്നത്? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡും വാട്ടറും ഇല്ലേ, അത് വേറൊരാളിൽ എത്തുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ന്യൂമോണിയ പകരുന്നത്. പിന്നെ ഫീവർ, ചിൽസ്, കഫ്, ഇതൊക്കെയാണ് അതിന്റെ എന്തായിട്ട് സിംറ്റംസ് ആയിട്ട് വരുന്നത്. ആൽവിയോളൈല് എന്താണ്? ഫ്ലൂയിഡ് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. ആൽവിയോളൈ, നമ്മുടെ ലങ്സിലുള്ള ആൽവിയോളൈല് ഫ്ലൂയിഡ് ഫിൽഡ് ഇതായി നിൽക്കും. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവും? റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടാവും. ആൽവിയോളൈൽ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? റെസ്പിറേറ്ററി പ്രോബ്ലംസ് ആണ് അവിടെ ഉണ്ടാവുന്നത്. ഇതിന് എക്സ്ട്രീം ആയിട്ടുള്ള കേസ് വരികയാണെങ്കിൽ ടൈഫോയിഡിൽ പറഞ്ഞു ഇൻഡസ്റ്റൈനിൽ പെർഫറേഷൻ ഒക്കെ വരാമെന്നല്ലേ. ഈ ഒരു ന്യൂമോണിയക്ക് എക്സ്ട്രീം കേസ് വരുമ്പോൾ എന്താണ്? നമുക്ക് എയർ കിട്ടാണ്ട് നെയിൽസും ലിപ്സും ഒക്കെ എന്താവും? ബ്ലൂയിഷ് ബ്ലാക്ക് കളറായിട്ട് സിവിയർ കേസ് വരും. ഇനി നെക്സ്റ്റ് വൈറൽ ഡിസീസസ് ആണ്. വൈറൽ ഡിസീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? കോമൺ കോൾഡ് ഉണ്ട്. കോമൺ കോൾഡ് ആരാണ് സാധാരണ ഉണ്ടാകുന്നത്? കോമൺ കോൾഡ് അത് ആരെ കോസ് ചെയ്യുന്നത്? റൈനോ വൈറസ് ആണ് കോസ് ചെയ്യുന്നത്. അതെങ്ങനെയാ പകരുന്നത്? ഈസിയാണ് പകരാൻ അല്ലേ. ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കോമൺ കോൾഡ് എല്ലാവർക്കും വരില്ലേ. അപ്പം അതെങ്ങനെയാണ്? കഫ്, സ്നീസ്, പിന്നെ ഇൻഫെക്റ്റഡ് പേഴ്സൺ ഉപയോഗിച്ച തിങ്സ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യും? പെട്ടെന്ന് പകരുന്നതാണ്. നേസൽ കൺജഷൻ ആണ്. മൂക്ക് ആ ഒരു അടപ്പാണ് അധികവും വരും. നേസൽ കൺജഷൻ വരും, കഫ് വരും, ഹെഡേക്ക് വരും. ഇതൊക്കെയാണ് എന്ത് അധികം കാണുന്നത്. പിന്നെ ഉള്ളത് എയ്ഡ്സ്. എയ്ഡ്സ് നമ്മൾ ഈ ചാപ്റ്റർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? മുന്നോട്ട് നമ്മൾ നോക്കുന്നുണ്ട്. എയ്ഡ്സ് കോസ് ചെയ്യുന്നത് ആരാണ്? HIV വൈറസ് ആണ്. പിന്നെ നമുക്ക് വൈറൽ ഡിസീസ് ഉണ്ട്. ചിക്കൻ ഗുനിയ ഉണ്ട്, ഡെങ്കി പനി എന്ന് പറയുന്ന ഡെങ്കു ഫീവർ നമുക്ക് ഇത് പഠിക്കാനുണ്ട്. അപ്പൊ ചിക്കൻ ഗുനിയ ആരാണ് കോസ് ചെയ്യുന്നത്? ആൽബോ വൈറൽ ഡിസീസ് ആണ്. ഓക്കെ, എന്താണ്? ആൽബ വൈറസ് ആണ് ചിക്കൻ ഗുനിയ ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? വെക്ടേഴ്സ് വഴിയാണ് ഈ വൈറസസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് വെക്ടേഴ്സ് ആയിട്ട് ഇതാക്കുന്നത്? മോസ്കിറ്റോസ് ആണ്. ഓക്കെ, ഫീമെയിൽ മോസ്കിറ്റോസ് ആണ്. ആരൊക്കെയാണ്? EDC, ഈജിപ്തിയും
ഈഡീസ് വിക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ഫീമെയിൽ മോസ്കിറ്റോസ് ആണ് ഇതിന്റെ വെക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ നമ്മുടെ ജോയിന്റ്സിലൊക്കെ പെയിൻ ആണ് നമുക്ക് ചിക്കൻ കുനിക്ക് അധികം കാണാം. ജോയിന്റ്സിലൊക്കെ ഭയങ്കര പെയിൻ ആയിട്ടാണ് അതിന് സിംറ്റം ആയിട്ട് നമുക്ക് കാണുക ആർത്രൈറ്റിസ്. അപ്പൊ നമ്മൾ സിംറ്റംസ് നോക്കുമ്പോൾ നല്ല ഹൈ ഫീവർ കാണും, 40 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 104 ഡിഗ്രി ഫാരൻഹീറ്റ് അത്രയും നമുക്ക് എന്ത് കാണും, ഫീവർ കാണും. ജോയിന്റ് പെയിൻ ഉണ്ടാവും നമ്മുടെ ലോവർ ബാക്കില്, ആങ്കിളില്, ലീസില്, റിസ്റ്റില്, ഫാലഞ്ചസ് അവിടെയൊക്കെ ജോയിന്റ് പെയിൻ കാണും. ജോയിന്റിൽ ഇങ്ങനെ സ്വെല്ലിങ്സ് കാണും, റാഷ് കാണും, ഹെഡേക്ക്, മസിൽ പെയിൻ, നോസിയ, ഫേറ്റിക്, തളർച്ച, ക്ഷീണം, ഛർദിയൊക്കെ ഉണ്ടാവുക, മസിൽ പെയിൻ, ഇതൊക്കെ എന്ത് കാണും ഈ ഒരു ഇതില് കാണുന്നുണ്ട്. പിന്നെന്താ, നമ്മുടെ ചിൽഡ്രനിൽ നോക്കുകയാണെങ്കിൽ, കുട്ടികളുടെ അടുത്ത് നോക്കുകയാണെങ്കിൽ റിട്രോ ഓർബിറ്റൽ പെയിൻ എന്ന് വെച്ചാൽ നമുക്ക് ചിലതിന് നമ്മുടെ കണ്ണിന്റെ ഉള്ളിൽ ആ ഒരു സ്ഥലത്ത് നിന്ന് പെയിൻ വരിക, നമ്മുടെ തലയുടെ ബേക്കുന്ന പെയിൻ വരിക എന്നൊക്കെ പറയില്ലേ, അത് രണ്ടുമാണ് എന്ത് ഈ ഒരു റിട്രോ ഓർബിറ്റൽ പെയിൻ എന്ന് പറയുന്നത്. തലവേദന എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് തലയുടെ പുറകിൽ നിന്നും കണ്ണിന്റെ ബേക്കിൽ നിന്നൊക്കെ വരില്ലേ, അതാണ് റിട്രോ ഓർബിറ്റൽ പെയിൻ എന്ന് പറയുന്നത്. പിന്നെ അവർക്ക് വോമിറ്റിംഗ്, ഡയറി അതൊക്കെ അവർക്ക് കാണുന്നുണ്ട്. റെയർലി ഫേറ്റലാണ്, ജനറലി ഒരു സെൽഫ് ലിമിറ്റിംഗ് ആ ഒരു ഇതിൽ അത്ര അങ്ങ് പകരുന്നതൊന്നുമല്ല. എന്താണ് ലാസ്റ്റ് ഒരാളിൽ നിന്ന് അങ്ങനെ എന്താണ് ആരാണ് ക്യാരി ചെയ്യുന്നത്, നമ്മുടെ വെക്ടേഴ്സ് വഴിയാണ് ക്യാരി ചെയ്യുന്നത്. പിന്നെന്താ, സിംറ്റംസ് എന്ന് പറയുമ്പോ ഒരു 2-3 ദിവസത്തേക്കാണ് അധികവും ഇത് കാണുന്നത്, സിംറ്റംസ് കാണുന്നത്. ഒരു 5-7 ദിവസത്തേക്ക് എന്ത് ചെയ്യും, ഹ്യൂമൻ സിസ്റ്റത്തിൽ തന്നെ ആ വൈറസ് നിൽക്കും. ഓക്കെ, എന്നിട്ട് ആ ഹ്യൂമൻ സിസ്റ്റത്തിൽ നിന്നാണ് അടുത്ത വെക്ടർ അതിനെ കൊണ്ടുപോകുന്നത്. പിന്നെ ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. ഈ ഒരു അസുഖത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി എന്ത് ചെയ്യും ഈ ഒരു അസുഖത്തിനോട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെന്താ, പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഡെങ്കു ഫീവർ ആണ് അല്ലെ. ഡെങ്കു എന്ന് പറയുമ്പോൾ അതൊരു ട്രോപ്പിക്കൽ ഡിസീസ് എന്നാണ് പറയുന്നത്. ബ്രേക്ക് ബോൺ ഫീവർ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ഡിസീസ് എന്ന് പറയുന്നത് ആരാണ്, ഡെങ്കു വൈറസ് ആണ് അത് കോസ് ചെയ്യുന്നത്. ഫ്ലേവി വൈറസ് എന്നൊക്കെ പറയുന്ന ആ കൂട്ടത്തിലുള്ള ആൾക്കാരാണ് ഇത് കോസ് ചെയ്യുന്നത്. ഫ്ലേവി വൈറസ് കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. ഓക്കെ, അതിന് സയൻസ് അല്ലെങ്കിൽ സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഫീവർ ഉണ്ടാവും, ഹെഡേക്ക് ഉണ്ടാവും, മസിൽ ആൻഡ് ജോയിന്റ് പെയിൻസ് ഉണ്ടാവും, സ്കിന്നിൽ ഈ ഒരു ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോലെയുള്ള റാഷസ് ഒക്കെ വരും, കോമൺ കോൾഡ് ഉണ്ടാവും, പിന്നെ വൊമിറ്റിംഗും ഡയറിയയും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതും കാണുന്നുണ്ട്. അതൊക്കെ ഇതിന്റെ സയൻസ് അല്ലെങ്കിൽ സിംറ്റംസ് ആയിട്ടാണ്. ഫീമെയിൽ മോസ്കിറ്റോ ആണ് എന്ത് ചെയ്യുന്നത്, ബ്ലഡിലൂടെ ഒരാളുടെ ഇൻഫെക്ഷൻ ആയിട്ട് ആളുടെ ബ്ലഡിലൂടെ എത്തുന്നത്. പിന്നെ അത് മോസ്കിറ്റോയിൽ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് അവരുടെ ഗട്ടിലും സലൈവറി ഗ്ലാൻഡിലൊക്കെ എത്തും. എന്നിട്ട് അതൊക്കെ ചെയ്യും അടുത്ത ആൾക്കാർക്ക് ചെയ്തു കൊടുക്കും. നെക്സ്റ്റ് എന്താണ്, നമ്മുടെ പ്രോട്ടോസോൺ ഡിസീസ് ആണ്. പ്രോട്ടോസോൺ ഡിസീസസ് എന്ന് പറയുമ്പോൾ മലേറിയയും അമീബയാസിസും ആണുള്ളത്. മലേറിയ എന്ന് പറയുന്നത് ആരൊക്കെയാണ് കോസ് ചെയ്യുന്നത്, പ്ലാസ്മോഡിയം വൽവൻസും പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഫാൽസിപാരം എന്ന് പറഞ്ഞിട്ടുള്ള 3 പേരാണ് ഈ ഒരു മലേറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖം ഉണ്ടാക്കുന്നത്. അതിൽ തന്നെ മാലിഗ്നന്റ് മലേറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മലേറിയ ഉണ്ട്. അതാണ് ശരിക്കും ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളത്. അത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചത്തു പോകാൻ വരെയുള്ള ചാൻസ് ഉണ്ട്. മറ്റേത് എന്താണ് അധികം ഡേഞ്ചർ അല്ലാത്ത മലേറിയ ആണ്. ഓക്കെ, മാലിഗ്നന്റ് മലേറിയ ആണ് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള മലേറിയ എന്ന് പറയുന്നത്. വരുത്തുന്നത് ആരാണെന്ന് വെച്ചാല് പ്ലാസ്മോഡിയം ഫാൽസിപാരം ആണ് മാലിഗ്നന്റ് മലേറിയ ഉണ്ടാക്കുന്നത്. പ്ലാസ്മോഡിയം ഫാൽസിപാരം ആണ് മാലിഗ്നന്റ് മലേറിയ ഉണ്ടാക്കുന്നത്. അതാണ് ഏറ്റവും എന്ത് കൂടുതൽ അസുഖം വരുത്തുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടി ലീതൽ ആയിട്ടുള്ള ഫേറ്റൽ ആയിട്ടുള്ള മലേറിയ എന്ന് പറയുന്നത്. അതിന്റെ വെക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്, അനോഫിലസ് മോസ്കിറ്റോ ആണ് വെക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. നല്ല ഹൈ ഫീവറും ചിൽസും ആണ് അതിന്റെ സിംറ്റംസ് ആയിട്ട് കാണുന്നത്. അപ്പൊ ഓർത്തൊക്കെയാണ് അനോഫിലസ് മോസ്കിറ്റോ ആണ് അവരുടെ വെക്ടർ ആയിട്ട് ആക്കുന്നത്. പിന്നെ അമീബയാസിസ് ആരാണ് കോസ് ചെയ്യുന്നത്, എൻഡമീബ ഹിസ്റ്റോലിറ്റിക്കയാണ്. എൻഡമീബ ഹിസ്റ്റോലിറ്റിക്കയാണ്. ആരെയാണ് ഏത് ഭാഗത്തിനെയാണ് ബാധിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ലാർജ് ഇൻറ്റസ്റ്റൈനെയാണ് ബാധിക്കുന്നത്. ഓക്കെ, അത്
എക്സ്ക്രീറ്റ ഇവരുടെ ലാർജ് ഇന്റസ്റ്റൈനെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ എക്സ്ക്രീറ്റയിൽ എന്തുണ്ടാവും മ്യൂക്കസും ബ്ലഡും ഒക്കെ കാണാൻ പറ്റും. നമ്മുടെ എക്സ്ക്രീറ്റയില് മ്യൂക്കസും ബ്ലഡും ഒക്കെ കാണാൻ പറ്റും. ആരാണ് കാരിയേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ വെക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൗസ് ഫ്ലൈസ് ആണ് കാരിയേഴ്സ് അല്ലെങ്കിൽ വെക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇത്ര വരെ പറയാം. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഈ ചാപ്റ്ററിൽ അത്യാവശ്യം ടോപ്പിക് പറയാനുണ്ട്, എന്തായാലും കഴിയില്ല. അപ്പൊ ഇപ്പൊ ഈ ഒരു